പണിപ്പാളിടാ ഇത് നോക്കിയാ നമ്മുടെ വില്ലേജ് കിടക്കുന്ന അവസ്ഥ. മൊത്തം വെള്ളം കയറി ചെളിയായി, ചെളി പിടിച്ചു. പക്ഷെ കാണാനൊരു രസമൊക്കെ ഉണ്ട്, പച്ചപ്പൊക്കെ ആയിട്ട്. ഇതാണ് ഇപ്പോ നമ്മുടെ വില്ലേജിന്റെ അവസ്ഥ. നമ്മൾ പണിത് വെച്ച കൂടാരങ്ങളും അവിടുത്തെ മഡ് ഹൗസും എല്ലാം ചെളിയായി, കയ്യിന്ന് പോയി. അപ്പൊ എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന സംഭവം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ വില്ലേജിന്റെ പണി തീർന്നതോടുകൂടി ഇവിടെ മൊത്തം വെള്ളമാവുന്ന നമ്മൾ വിചാരിച്ചാണ്. അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. മൊത്തം വെള്ളം കയറിയിട്ടുണ്ട്, നല്ല പുല്ലൊക്കെ പിടിച്ച് സെറ്റ് ആയിട്ടുണ്ട്. പ്രവൺമച്ചാനെ, നമ്മുടെ വില്ലേജിലെ എല്ലാ പണിയും തീരുമ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നു. എന്തായിരുന്നു അത്? ക്യാമ്പിംഗ്. അതെ, ക്യാമ്പിംഗ്. എന്ത് ക്യാമ്പിംഗ്? റെഡ് വേഴ്സസ് ബ്ലൂ. യെസ്, റെഡ് വേഴ്സസ് ബ്ലൂ. അപ്പൊ നമ്മുടെ കുറച്ച് മഴയൊക്കെ കൊണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ മഡ് ഹൗസ് ഒക്കെ ഇച്ചിരിക്കോളം വിള്ളലൊക്കെ വന്ന് കുറച്ചൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇതാ കാണുന്ന ഐറ്റം ഓല വീട് ഒരു കുഴപ്പമില്ല. കുളത്തിലാണെങ്കിൽ ഏകദേശം വെള്ളം കയറിയില്ല എന്നുള്ള അവസ്ഥയിലാണ്. ചിലപ്പോൾ വെള്ളം ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് കയറാം, ഇപ്പുറത്തോട്ട് വരാം, അങ്ങനത്തെ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കും. നമ്മുടെ റെഡ് വേഴ്സസ് ബ്ലൂ ക്യാമ്പിങ് നമ്മൾ തുടങ്ങാനായിട്ട് പോവാണ്, അതും നമ്മുടെ ഈ വില്ലേജിൽ. അപ്പൊ പ്രവൺമച്ചാനെ, നമ്മുടെ ക്യാമ്പിങ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒന്ന് നമ്മുടെ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ കയറി നോക്കണ്ടേ? അപ്പൊ എന്തായാലും പുല്ലൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോ ഒരു പ്രത്യേക ഭംഗിയായിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ കുളം നോക്കി നല്ല രസമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കുളത്തിലെ വെള്ളവും പുറത്തെ ആ ഒരു ചെളി വെള്ളം തമ്മിൽ ചെറിയൊരു കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെറ്റാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലില്ലേ നമ്മളൊരു സർപ്രൈസ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ. അതിപ്പോൾ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മുളവീട് ഇത് അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ, ഒരു കുഴപ്പമില്ലാതെ നല്ല രസമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ക്യാമ്പിങ് കിട്ടണമെന്ന് രക്ഷപ്പെട്ടു. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. അപ്പുറത്തോട്ട് നോക്കിയേ, ഈ കാണുന്ന മുതലിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ടീമില്ലേ നല്ല പാടുപെടും. അടാ അതിൻ്റെ ഉള്ളിൽ വെള്ളോടാ, ഓൻ്റെ ദൈവമേ, ഇതിൻ്റെ ഉള്ളിൽ വെള്ളമാണ് മൊത്തത്തില്. ഇതിൽ കിട്ടണവരുടെ കാര്യം കഷ്ടകാലാണ്. അപ്പോൾ ഈ കാണുന്ന കോമ്പൗണ്ടിലാണ് നമ്മുടെ റെഡ് വേഴ്സസ് ബ്ലൂ ക്യാമ്പിങ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും സംഭവം സെറ്റപ്പ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും കാണുന്ന ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ക്യാമ്പിംഗ് എന്ന് പറയുമ്പോൾ ഇത്രയൊന്നും പോരല്ലോ, ഇൻട്രസ്റ്റിംഗ് ഒക്കെ ഉള്ള സാധനങ്ങൾ വേണ്ടേ? അപ്പോൾ എന്തായാലും നമ്മുടെ പരിപാടികൾ തുടങ്ങുകയാണ്. പ്രവൺമച്ചാനെ, റെഡ് വേഴ്സസ് ബ്ലൂ ക്യാമ്പിംഗ് അങ്ങോട്ട് തുടങ്ങിയാലോ? അപ്പൊ തുടങ്ങിയാണ് നമ്മള്. നമ്മുടെ റെഡ് വേഴ്സസ് ബ്ലൂവില് റെഡ് ടീമിനെയും ബ്ലൂ ടീമിനെയും നമ്മൾ തിരഞ്ഞെടുക്കാൻ പോവാണ്. ഇത്തവണ നമ്മളെല്ലാം തിരഞ്ഞെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഒരു സാധനം ഉണ്ട്. ദൈവം നേരത്തെ കാണിച്ചതല്ലേ, ബോൾസ്. എന്റെ കയ്യിൽ 2 ബോൾസ് ഉണ്ട്. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്മൈലി ബോൾസിൽ ഒന്നിലതേ റെഡും ഒന്നിലതേ ബ്ലൂവും കാണാൻ പറ്റും. അപ്പൊ 3 റെഡും 3 ബ്ലൂ ആണ് വരുന്നത്. മക്കളെ പെട്ടിയിലേക്ക് ഇട്ടേ. അപ്പോൾ നമ്മളല്ല കേട്ടോ, ഭാഗ്യമാണെന്ന് തീരുമാനിക്കുന്നത് ഏതാണ് ടീം സെറ്റ് ആകാൻ പോകുന്നതെന്ന്. അതിൻ്റെ ഇടയിൽ വേറെ സർപ്രൈസ് വരുന്നില്ല, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നല്ലോണം കുലുക്കാണ്. അപ്പൊ നമ്മൾ ആദ്യം തുടങ്ങാൻ പോകുന്നത് എഡ്വിന്റെ സൈഡിൽ നിന്നാണ്. നേരത്തെ ചൊമ്പൊക്കെ ഇട്ടോ ടീമൊക്കെ അവൻ തീരുമാനിച്ചുട്ടാ. നോക്കാം നോക്കി കറക്റ്റ് ആണെന്ന്. റെഡ് റെഡ് അത് പറഞ്ഞുതരാ ഒരു നീലക്കുത്തല്ലേ. കണ്ട അടുത്തത്. അപ്പൊ 2 ടീം സെറ്റ് ആയിട്ടുണ്ട്. അടുത്ത് കിരണിന്റെ ആണ്. കിരൺ മോന് ഏതാണ് കിട്ടുന്നത് നോക്കട്ടെ. അപ്പൊ കിരൺ മോന് ബ്ലൂ ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മുടെ കൗട്ടക്കുട്ടൻ, അതോ ഭൗമി കിരൺ? അപ്പൊ 2 റെഡായി 2 ബ്ലൂ. പിന്നെ ഞാനും പ്രവീൺ മച്ചാനുള്ളൂ. പ്രവീണേ, നീ ആദ്യം എടുക്കണോ ഞാൻ ആദ്യം എടുക്കണോ? ഞാൻ എടുക്കട്ടെ. ഞാൻ കണ്ണോടച്ചുണ്ട്, ഞാൻ കള്ളത്തരം കാണിക്കാറില്ല. ദൈവമേ. അപ്പൊ പ്രവീൺ മച്ചാനെ റെഡ്. പക്ഷെ റെഡിലൊരു ചാരനുണ്ടാവും. റെഡിലത്തെ ചാരൻ എഡ്വിൻ ആണ്. ഇതെന്താ സംഭവം എന്ന് അറിയോ?
ഇവന്മാര് ചാരന്മാരാണ്. ഇവർക്ക് ബ്ലൂ ടീമിലേക്ക് കുറച്ച് കഴിയുമ്പോൾ പ്രൊമോഷൻ കിട്ടും. ക്യാമ്പിംഗ് പകുതിയായി കഴിയുമ്പോൾ കൺഗ്രാറ്റുലേഷൻസ്. ഫുഡൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോട്ടാ നീയാണ് ഇവിടെ ചാരൻ. അപ്പൊ ബ്ലൂ ടീമിലെ ചാരൻ നമ്മുടെ ഭൗമികിരനാണ്. ഇവനെയും ഇതുപോലെ തന്നെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി റെഡിയായി എല്ലാം കഴിഞ്ഞ് കഴിക്കാനിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ ടീം ചേഞ്ച് വെക്കുന്നത്. അപ്പോൾ റെഡിലുള്ള ആൾ ബ്ലൂവിലും പോകും, ബ്ലൂവിലുള്ള ആൾ റെഡിലും പോകും. പിന്നെ എന്തായാലും കോസ്റ്റ്യൂം ചേഞ്ചിലേക്ക് പോവാം. എന്താ സന്തോഷം, ശരിയാക്കി തരാം കേട്ടോ. അത് പിടിച്ചേ. അപ്പൊ നമ്മള് ടീം ബ്ലൂ. അപ്പിന് മച്ചാന്മാരെ അടുത്തായിട്ട് ഈ ക്യൂ നിൽക്കുന്ന മച്ചാന്മാരെ കൊണ്ട് നമ്മൾ ഈ കാണുന്ന ഡാട്ടില്ലേ, ഈ കാണുന്ന മയിൽപ്പീലി ഡാട്ട് വെച്ച് നമ്മളിത് ബലൂൺ പൊട്ടിക്കാനായിട്ട് പോവാണ്. ഈ കാണുന്ന സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ 7 റെഡും 7 ബ്ലൂവും ബലൂണുകൾ ഇവിടെ കാണാനായിട്ട് പറ്റും. ഇതിൽ ഏറ്റവും കൂടുതൽ സ്വന്തം ടീമിൻ്റെ ബലൂൺ പൊട്ടിക്കുന്ന മച്ചാന്മാർക്കായിരിക്കും ഇന്ന് ഹൈ ബഡ്ജറ്റ് കിട്ടുന്നത്. അതായത് നമുക്ക് ക്യാമ്പിങ് ചെയ്യണമെങ്കിൽ ബഡ്ജറ്റ് വേണം. ചിലപ്പോൾ 5000 ആയിരിക്കാം, 10000 ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ 100 ആയിരിക്കാം, 200 ആയിരിക്കാം. അപ്പോൾ 1 ലക്ഷം ആയിരിക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും റെഡ് ടീമും ബ്ലൂ ടീമും ഡാട്ട് എറിയും. ഒരാൾക്ക് 3 ഡാട്ട് വെച്ചായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അവസാനം ഏറ്റവും കൂടുതൽ സ്വന്തം ടീമിൻ്റെ ബലൂൺ പൊട്ടിച്ചിട്ടുണ്ടാവുന്നത് ആരാണോ അവരായിരിക്കും ജയിക്കുക. ഇപ്പം നിങ്ങൾ മാറി ഞങ്ങളുടെ ബലൂൺ പൊട്ടിച്ചാലും ഞങ്ങൾക്കായിരിക്കും പോയിന്റ്. അല്ല, പോയിന്റ് ഏറ്റവും അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ മത്സരം തുടങ്ങുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്വന്തം ടീമിൻ്റെ കളറിലുള്ള ബലൂൺ പൊട്ടിക്കണം കേട്ടോ. അതാണ് നമ്മുടെ ഗെയിം വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ അജു മച്ചാനാണ് കണ്ടസ്റ്റൻ്റ് ആയിട്ട് വരുന്നത്. 3 ഡാട്ട്, മയിൽപ്പീലി ഡാട്ട് 3 എണ്ണം എറിയാം. റെഡി? ഡയലോഗ് അടിച്ചിട്ട് പൊട്ടോ നോക്കാട്ടാ. 1. അയ്യേ പൊട്ടിയില്ല തിരിച്ചു വെക്കാം. അറിയാത്തവനെ വേഗം എറിച്ചിട്ട് മാറ്റി അവിടെ. ഓക്കെ അല്ലേ? ലാസ്റ്റ് ഡാട്ട് ഇട്ടാ അജുവിന്റെ. ഇല്ല ഇത് തന്നെ എറിഞ്ഞോ? അവസാനത്തെ ഡാട്ട് എറിഞ്ഞിട്ട് ഡയലോഗ് അടി മാത്രം എറിഞ്ഞിട്ട് കൊള്ളലടാ. അയ്യോ, ഒന്നും പൊട്ടിയില്ല. അങ്ങനെ നമ്മുടെ റെഡ് ടീമിലെ അജു മച്ചാന് ഒരു ബലൂൺ പോലും പൊട്ടിക്കാനായിട്ട് പറ്റിയില്ല. ഇനി നമ്മുടെ ബ്ലൂ ടീമിലെ നമ്മുടെ സ്വന്തം ഭൗമികിരണാണ് പൊട്ടിക്കാൻ പോകുന്നത്. മോനെ ആ ഒരു 3 നീല പൊട്ടിച്ചേ. 1 2 എടാ നീ അത് ഇവിടെ കുത്തിരുത്ത്. നീല പൊട്ടി മോനെ പൊള്ളി. അപ്പിനെ 3 ഡാട്ട് എറിയാൻ പോകുന്നത് റെഡ് ടീമിൽ നിന്നും നമ്മുടെ സ്വന്തം എഡ്വിൻ. ഇപ്പൊ ഞങ്ങളുടെ നീലക്കാര് മാത്രം പൊട്ടിച്ചു. ഒരെണ്ണം പൊട്ടിച്ചിട്ടുണ്ട് കേട്ടാ. അറിയാണ്ടായിട്ട് പൊട്ടിയാണ്, ചക്കക്ക് പൊട്ടിയാണ്. അടുത്തതായി ജർമ്മൻ കിരൺ അഥവാ വെട്ടിരുമ്പ് കിരണാണ് എറിയാൻ പോകുന്നത്. ഇതിപ്പോ ഓരോ ടീമും ഓരോ ബലൂൺ വെച്ച ടീമിനെ ചതിച്ചവൻ സെൽഫ് ഗോൾ അടിച്ചിരിക്കുകയാണ്. നീ എന്ന് റെഡ് മാത്രം നോക്കിയറിയണ. രണ്ടെണ്ണം. അങ്ങനെ ഞങ്ങളുടെ കിരൺ മച്ചാനും പൊട്ടിച്ചിരിക്കുകയാണ്. നീ ഇങ്ങനെ പറഞ്ഞു അവസാനം അവര് ബഡ്ജറ്റ് കൊണ്ട് പോട്ടാ. ബ്ലൂ ബ്ലൂ ബ്ലൂ. ഞാനും തോറ്റ്. ഡ്രോയാണ്. അപ്പൊ ഇനി ഓരോരുത്തർക്കും ഓരോ ഡാട്ട് വെച്ച് ഡ്രോ ആയി പോയി. ഓക്കെ, അപ്പൊ ഡ്രോ മാച്ച് ആയതുകൊണ്ട് നമ്മള് ഒരു ചാൻസ് കൂടി കൊടുക്കാണ്. റെഡ് ടീമിൽ നിന്ന് ഒരാള്, ബ്ലൂ ടീമിൽ നിന്ന് ഒരാള്. റെഡ് ടീം പിന്നെയും പൊട്ടിച്ച്. ഇത്തവണ ദാരിദ്ര്യം നമുക്ക് അവർക്ക് തോന്നണ്ട. നീ ആ സാധനം നീല 3 എണ്ണത്തില് 3 കാണോട്ടാ. ഇല്ല വെക്കട്ടെ. അതന്നെ വീണ്ടും ഡ്രോ. ദൈവമേ, ഒരു ചാൻസ് കൂടി കിട്ടിയല്ല. ഓക്കെ, ബ്ലൂ ടീമിൽ നിന്ന് ഇനി നമ്മളുടെ ഭൗമികിരണാണ് അറിയാൻ പോകുന്നത്. തെങ്ങുമ്പേ നോ പ്രോബ്ലം. ഇനി റെഡ് ടീമിന്റെ ആട്ടാ. ഇതാ ഓക്കെ. അപ്പൊ മയിൽ. അയ്യോ, അതുപോലെ തന്നെ
കളിക്കല്ലേ. അപ്പൊ സ്കോർ ബോർഡ് നോക്കുകയാണെങ്കിൽ റെഡ് ടീമിന്റെ 3 ബലൂണും നീല ടീമിന്റെ 2 ബലൂണുകളുമാണ് ഉള്ളത്. അതിനർത്ഥം ബ്ലൂ ടീം വിജയിച്ചു എന്നാണ്. ആ മകൻ സുമിത് കാണിച്ചേ, ആ മകൻ സുമിത്, ആ മകൻ സുമിത് കാണിച്ചേ. ഭയങ്കര ഭയങ്കര അഹങ്കാരമായിരുന്നു എല്ലാവർക്കും. അങ്ങനത്തെ അല്ല, അത് ഒരു ടൈമർ വെച്ചിട്ടുണ്ട്. ആ ടൈമറിൽ മാറും. ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ നേരത്തെ ആയിരിക്കും ഇങ്ങനെ നല്ല ഫുഡ് അത് പറയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ദേ ഞങ്ങളുടെ ബ്ലൂ ടീമിനാണ് കൂടുതൽ പൈസ കിട്ടാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ബഡ്ജറ്റ് എത്രയാ നോക്കാട്ടോ. അങ്ങനെ മച്ചാമാരെ, ശക്തമായ നമ്മുടെ ഡാറ്റേറി ബലൂൺ പൊട്ടിക്കൽ മത്സരം അതിവിദഗ്ധമായി ചെറിയൊരു തിരുത്തുണ്ട്. ബ്ലൂ ടീം വിജയിച്ചിരിക്കുകയാണ്. അപ്പോ അടുത്തതായി സമ്മാനദാനമാണ്. അപ്പൊ നമുക്ക് 2 കവറുകളുണ്ട്. ഒരെണ്ണം നോക്കണമെങ്കിൽ പൂർ, ഒരെണ്ണം നോക്കണമെങ്കിൽ റിച്ച്. നമ്മുടെ പൂറായി പോയ റെഡ് ടീമിന് സമ്മാനം നൽകാൻ കിരണെ ശ്രമിച്ചില്ല. ഇനി അടുത്തതായി വിജയിച്ച റെഡ് ടീമിന് റിച്ചിന്റെ കവർ നൽകാൻ ഈ പ്രവീൺ മച്ചാന്റെ ഇതിലേക്ക് ക്ഷണിക്കുന്നു. അപ്പൊ അടുത്തായിട്ട് ബ്ലൂ ടീമിന് വിജയിക്കാനായിട്ട് കൊടുക്കേണ്. ഇനി നമുക്ക് കവർ തുറന്നു നോക്കാട്ടാ. നമ്മുടെ ബ്ലൂ ടീമിന് എത്ര രൂപ? കുറെ കാശ് ഉണ്ടല്ലോ. 1 2 3 4 5 6 7 8 9 10 ഇനി ബ്ലൂ ടീമിന് 5000 കിട്ടിയിട്ടുണ്ട്. റെഡ് ടീമിന് 500. അപ്പൊ എന്തായാലും 500 രൂപ വെച്ച് അവർ ആഘോഷിക്കട്ടെ. നമ്മൾ 5000 മക്കളെ പിടിച്ചോ. നിങ്ങൾക്ക് ഞാൻ വിട്ടേക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചോടാ, ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചോ. അപ്പൊ നമ്മുടെ പിള്ളേരുടെ അടുത്ത് സാധനം കൊടുത്തിട്ടുണ്ട്. അവരുടെ അടുത്ത് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്നിട്ട് 500 രൂപയ്ക്ക് പരിപാടി അതൊക്കെ ഞാൻ ചെയ്തോളാം. 250 രൂപയ്ക്ക് രാജാവിനെ പോലെ 500 രൂപയ്ക്ക് നോക്കാം നമുക്ക്. അപ്പൊ വേറൊരു കാര്യം ഉണ്ട് കേട്ടാ. സംഭവമില്ലേ, ഇനി നമ്മളുടെ ഇത് മാത്രമല്ല, ഇനി നമ്മളൊരു കുടിലും ഒരു കൊട്ടാരം ഇവിടെ പണിതിട്ടുണ്ട്. കൊട്ടാരം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓലപ്പരെ, ഒരു മണ്ണിട്ട വീട്. മണ്ണിട്ട വീടിലെ വെള്ളമാണ് അവസ്ഥ. മറ്റേ വീട്ടിലാണെങ്കിൽ വെള്ളം തന്നെ അതേ മഴയൊക്കെ വന്നാലും മഴ ഒന്നും കൊള്ളാതെ ഇച്ചിരി ചോർച്ച ഉണ്ടാവുള്ളൂ. ബാക്കി കുഴപ്പമില്ല. മറ്റേത് ചെളി കിടക്കേണ്ടി വരും. അതിനും നമ്മൾ ഒരു ഒരു ലോട്ടിട്ടാണ് നമ്മൾ അതിനുള്ള വിജയികളെ നോക്കാൻ പോകുന്നത്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പർച്ചേസിങ് കാര്യങ്ങളിലേക്കൊക്കെ പോവാണേ. അപ്പൊ പറയാൻ വെച്ചാലേ ഇനി നമ്മുടെ ഇതേ വില്ലേജിൽ കാണുന്ന 2 വീടില്ലേ, ഇതേ നോക്കിയത് ആ ഓലപ്പേരയും അതുപോലെ തന്നെ മൺവീടും. അപ്പൊ അതിലേക്കുള്ള ഏത് ടീമിന്, ബ്ലൂ ടീമിന് ഏത് കിട്ടും, റെഡ് ടീമിന് ഏത് കിട്ടും എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടുള്ള അടുത്ത ലോട്ടെടുക്കലാണ്. അപ്പോൾ റെഡ് ടീമിൽ തന്നെ ആദ്യം ഒരാൾ ബോൾ എടുത്തേ. ഞങ്ങക്ക് ആ വീട് മതി. നോക്കാം, നമുക്ക് ആർക്ക് കിട്ടും നോക്കാം. ഏത് കളർ കിട്ടിയ? നീ എടുത്തോ ഇനി. ഓക്കെ അല്ലേ? ബ്ലൂ കിട്ടി. ഇനി വന്ന് നോക്കാം നമുക്ക് കിട്ടാം. അതിന്റെ ഉള്ളിൽ നമ്മൾ ഓരോ ബോൾ വെച്ചിട്ടുണ്ട്. ആ മാറ്റണേക്കും പോയി ഓടിച്ചല്ലടാ. നോക്കട്ടെ കേട്ടാ. നമ്മുടെ റെഡ് അതിന് കിട്ടിയേക്കണേ, ബ്ലൂ അതിന് കിട്ടിയേക്കണേ നോക്കാട്ടാ. ഓടാ നോക്കട്ടെ. ഒരു സ്റ്റാൻഡ് അടിക്കാം അവിടെ. അയ്യോ ഇതിന്റെ ഉള്ളിൽ നിന്ന് റെഡ് തന്നെയാണ് തോന്നുന്നുണ്ടോ? ഇതിന്റെ ഉള്ളില് അയ്യോ ഇതിന്റെ ഉള്ളില് നീലമുള്ളടാ. തട്ടം കുറവാണ്. എന്തോരം കാശുണ്ടായിട്ട് എന്താ കാര്യം മച്ചന്മാരെ? എന്തോരം കാശുണ്ടായിട്ടൊരു കാര്യമില്ല. കിട്ടിയത് ഈ കാണുന്ന നീല മണ്ണിട്ട വീടാണ്. ദൈവമേ, 5000 കാര്യമൊന്നുമില്ലടാ. 5000 ഇല്ലേ നമ്മ പൊളിക്കും. നീല ഇതാണ് കിട്ടിയത്. അത് കുഴപ്പമില്ല, നമ്മ 5000 രൂപ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യും. ഫുള്ള് ചതി പറ്റടാ. നീലായി പോടാ. കുറെ കാശ് ഇട്ടിട്ട് കാര്യമില്ല. ഇതിന്റെ ഉള്ളിലാണ് നമ്മളിന്ന് താമസിക്കാൻ പോകുന്നത്. അവന്മാർക്ക് നല്ല അടിപൊളി സാധനം കിട്ടിയടാ. ചെളികളെടുത്ത് പറയണ അവരുടെ വീട് നശിപ്പിക്കടാ.
സാരില്ലടാ എടാ കുഴപ്പമില്ല ആകെ 500 രൂപ കൊണ്ടാണ് റെഡ് ടീം ഇരിക്കണത് നമ്മുടെ കയ്യിൽ 5000 വേണ്ടിന്റെ ഉള്ളിൽ നമ്മളെ ലക്ഷറി ആക്കും ഫുൾ VIP സെറ്റപ്പ് ആക്കി എടുക്കാൻ നമ്മ ഇതിന്റെ ഉള്ളിൽ കേട്ടാ 150 രൂപയുടെ ബിരിയാണി കഴിച്ചാൽ ഓക്കെ ബിരിയാണി 5 രൂപയുടെ പിന്നെ ബാക്കി കാശുണ്ടാവും. അപ്പൊ നമ്മുടെ കയ്യിൽ എന്തായാലും 5000 രൂപ ഉണ്ട്. നമ്മൾ പർച്ചേസിങ് തുടങ്ങാൻ പോണുള്ളൂ. അപ്പൊ ഫ്രണ്ട് മച്ചാനെ നീ ഏതാ ഞാൻ റെഡ് പോടാങ്ങട് അയ്യേ പൂവർ പീപ്പിൾസ് ദേടാ ആകെ 500 രൂപ മാത്രമുള്ള ടീമാണ്. ഞങ്ങളുടെ നോക്കിയ മോനെ ട്രഡീഷണൽ ലെവൽ ലക്ഷറി ഹൗസ്. എടാ നമുക്ക് കിട്ടിയേക്കുന്നത് ട്രഡീഷണൽ ലെവൽ ലക്ഷറി ഹൗസ് ആണ് അവിടെ കിട്ടിയിരിക്കുന്നത്. ഇത് നോക്കിയേ ഓലപ്പര. അയ്യോടാ ഇത് രാത്രി തീയൊക്കെ പിടിക്കൂലടാ. എടാ പിന്നെ വൈകിട്ട് തീ പിടിക്കൂലടാ ഇതിന്. കുഴപ്പമില്ല എടാ കുഴപ്പമില്ല. വാടാ മക്കളെ അവന്മാര് അതിനെ കുറിച്ച് ഭയങ്കര പൊക്കി പറയാം. നിങ്ങൾ ഇതിനെ പറിച്ച് എന്തെങ്കിലും സൂപ്പർ സാധനം ചിരട്ട മന്തി സൂപ്പർ സാധനല്ലേ ചിരട്ട മന്തിയാ തീ പിടിക്കില്ല. അതന്നെ തീ പിടിക്കില്ലടാ. കുഴപ്പമില്ല ഞങ്ങൾ ഹാപ്പിയാണ്. അപ്പൊ എന്തായാലും ഞമ്മക്ക് കിട്ടിയിട്ടുള്ള നമ്മളുടെ ഈ കാണുന്ന ആ മഡ് ഹൗസിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. കണ്ട എൻട്രൻസ് ഉണ്ട്. പിന്നെ എന്താണ് 24 മണിക്കൂർ എയർ ഹോൾ ഉണ്ട്. 24 മണിക്കൂർ വെള്ളം സർവീസ് ഉള്ളിലേക്ക്. ഫുൾ തണവ് കൂളിംഗ് സിസ്റ്റം ഉണ്ട്. കാല് കഴുകുകയാണെങ്കിൽ കാല് കഴുകി കയറാൻ കുളം ഉണ്ട്. എല്ലാം ഉണ്ട്. തോള ഇതൊക്കെ ഉണ്ടെങ്കിൽ കാലത്ത് തന്നെ ഒരാൾ ബക്കറ്റൊക്കെ എടുത്ത് പറമ്പിൽ പോണാണ് കേട്ടോ. ഒരു ചുമപ്പ ഷർട്ട് ഇട്ടോ. അപ്പൊ എന്തായാലും ബഡ്ജറ്റ് നമ്മൾ വിൻ ചെയ്ത് 5000 രൂപ നമ്മുടെ ബ്ലൂ ടീമിന്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ വീടിന്റെ കാര്യത്തിൽ അവർക്ക് ചെറിയൊരു അഡ്വാൻറ്റേജ് കിട്ടി. നമുക്ക് പൊട്ടിപ്പൊളിഞ്ഞ നമ്മുടെ മൺവീടല്ല കിട്ടിയ സമയെങ്കിൽ ഇല്ല നമ്മളതിനെ ലക്ഷറി ആക്കി എടുക്കും. ഇനി ഈ ഇവനെ കുറച്ചിടങ്ങി മാറാനുള്ളതാട്ടാ. ഇവ നമുക്ക് അവിടെ വെച്ച് പിടിക്കാം. എടാ അതിനുള്ളിൽ 6 അടിക്ക് ഒരു കുഴി എടുത്തോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടിട്ടാ. 2 പേരെ നമ്മൾ ടീം ചേഞ്ച് ചെയ്യും. എടാ നമുക്കിനി സമയമില്ല. അതെ നമുക്ക് പർച്ചേസ് 5000 രൂപയ്ക്ക് ചെലവാക്കി തീർക്കാനുള്ളതാണ്. നിങ്ങളുടെ 500 രൂപ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടാ. ഞങ്ങൾ ഇന്ന് പൊളിക്കും. ഞങ്ങൾ സുലുവാളി പോയിട്ട് പർച്ചേസ് ചെയ്യും. നിങ്ങള് നിന്റെ അച്ഛനെ വിളിച്ചു പറഞ്ഞേക്ക് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത പോലെ ഫ്രീ ആയിട്ട് സാധനങ്ങളൊന്നും കൊടുക്കണം. അപ്പൊ മച്ചാമാരെ എന്തായാലും നമുക്ക് 2 പേരുടെ വീടിന്റെ തീരുമാനമായി. റെഡ് ടീമിന് ഈ വീടും നമ്മളുടെ ഈ കാണുന്ന ഈ വീടുമാണ്. അപ്പൊ എന്തായാലും ഇനി നമ്മുടെ 5000 രൂപയ്ക്കുള്ള പർച്ചേസിംഗ് നമ്മ തുടങ്ങാൻ പോവാണ്. നിങ്ങളുടെ 500 പർച്ചേസിംഗ് നിങ്ങൾ തന്നെ തുടങ്ങിക്കോ. അപ്പൊ എന്തായാലും പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കാണാം. എന്തായാലും നല്ല ചെളി വെള്ളത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. തുടങ്ങാൻ പരിപാടി. ബൈ. അപ്പൊ മച്ചാമാരെ നമ്മുടെ ബ്ലൂ ടീമിന്റെ പർച്ചേസിംഗ് തുടങ്ങല. കാശ് എടുത്താണ് ചോനെ 5000 അല്ല അവൻ വരുമ്പോഴേ അവിടുന്ന് സാധനങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ കരം കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്ക് കേട്ടോ. ആകെ 500 കിട്ടിയത്. 500 രൂപ കാണാനില്ലട്ടോ. നോക്കാം നമുക്ക്. അപ്പൊ ബ്ലൂ ടീം പൊളിക്കാൻ പോവാണ്. സാധനങ്ങൾ വാങ്ങിച്ച് പൊളിക്കണം. വീടൊന്നും പൊളിക്കൂല മോനെ. സെറ്റ് ആക്കും ഞങ്ങൾ. അതെ നമുക്ക് പോട്ടെ. നമുക്ക് എങ്ങനെ സൈക്കിളിനാ പോണേ പ്രാവശ്യം? സൈക്കിൾ ബൈക്കാക്കാം. 500 രൂപ ഉണ്ടല്ലോ. ഞങ്ങൾക്ക് ഡസ്റ്റർ ഇട്ടാ. ഞങ്ങൾക്ക് ഡസ്റ്റർ അടിക്കാം. ഞങ്ങൾ നടന്നു നോക്കോളാം. ഞങ്ങൾ നടന്നു. അപ്പൊ ഗായ്സ് നമുക്ക് 500 രൂപ കിട്ടിയിട്ടുണ്ട് ഇപ്രാവശ്യം. 250 കിട്ടിയ പോലെയല്ല. നമ്മ 500 വെച്ച് ലാഭിഷാക്കിയാണ് ഇപ്രാവശ്യം. കൊറേ ഫ്രൂട്ട്സ് മേടിച്ചോട്ടാ. പഴം അതന്നെ ഇതിന് നോക്കിക്കണേ. നമുക്ക് വണ്ടി ഒന്നുമില്ലല്ലോ. അപ്പൊ ഞങ്ങൾ നടന്നാട്ടോ സാധനങ്ങൾ മേടിക്കാൻ പോണേ. അതന്നെ ടാറ്റാ. അങ്ങനെ ഞങ്ങൾ സാധനങ്ങൾ മേടിക്കാൻ പോകണ്ടാ. 500 രൂപ നമുക്ക് കിട്ടിയത്. 500 രൂപ കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് സാധനം മേടിക്കാൻ പോയാണ്. അങ്ങനെ വെച്ചാൽ വരെ നമ്മുടെ ബ്ലൂ ടീമും പർച്ചേസിന് ഇറങ്ങാൻ പോവാണ്ട്. റെഡ് ടീം നമ്മൾ വേണമെങ്കിൽ അവരോട് വണ്ടി എടുത്തോളാൻ പറഞ്ഞാണല്ലേ. അവർക്ക് വണ്ടി വേണ്ടെന്നൊക്കെ പറഞ്ഞ് നടന്നുപോയി. നമ്മൾ പറഞ്ഞാണ് നമുക്ക് വണ്ടിയുടെ ആവശ്യമില്ല, നമ്മൾ വേണമെങ്കിൽ നമ്മുടെ ഏസ് അല്ലെങ്കിൽ ബൈക്ക് എടുത്ത് പൊക്കളാന്ന്. അപ്പോൾ ഭയങ്കര അഭിമാനികളായിരുന്നു.
അവർക്ക് ഭയങ്കര അപഹർഷതാബോധം, അതുകൊണ്ട് അവര് നടന്നു പോയി പോട്ടെ. അപ്പൊ എന്തായാലും നമുക്ക് സാധനങ്ങൾ കുറച്ച് വാങ്ങിക്കാനുണ്ട് അല്ലേ. അപ്പൊ നമ്മളിത് വണ്ടി കയറി അങ്ങോട്ട് പോവാണ്. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ നമുക്ക് പൊളിക്കാം. അങ്ങനെ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. അപ്പൊ നമ്മള് പർച്ചേസിങ്ങിനായിട്ട് ഇറങ്ങിയേക്കാണ്. അപ്പൊ ആദ്യം നമ്മളെ നമ്മുടെ മൺവീടില്ലേ, അതിനെ അലങ്കരിക്കാനായിട്ട് നമുക്ക് കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ നമ്മൾ ലൈറ്റ് വാങ്ങിക്കാനാണ് പോകുന്നത്. അതും തന്നെ ഇത്തവണ നമ്മൾ ജനറേറ്റർ എടുക്കുന്നില്ല, ലൈറ്റൊക്കെ ബാറ്ററിയിൽ കത്തിക്കാവുന്ന രീതിയിലാണ് സെറ്റ് ആക്കാൻ പോകുന്നത്. കാരണം പാടമാണ്, ഷോക്ക് അടിച്ചിരുന്ന തരിച്ചിരിക്കുമല്ലോടാ. പെട്രോള് മൈലേജ് ഇല്ല, പെട്രോളിലൊക്കെ പൈസ ഭയങ്കര പൈസയാണ്. അപ്പൊ നമ്മൾ ആദ്യം അലങ്കാര വസ്തുക്കളായിട്ടുള്ള ലൈറ്റ്, പിന്നെ ബാറ്ററിയിലാണ് കത്തിക്കാൻ പോകുന്നത്. ബാറ്ററി റെന്റിന് എടുക്കുന്നതൊക്കെ റെന്റിനായിട്ട് എടുക്കുന്നത്. പിന്നെ നമുക്ക് ഫുഡിനുള്ള പരിപാടി, ഫുഡ് എന്തിനാണ് വേണ്ട, വെറൈറ്റി സാധനം വേണം കേട്ടോ. പറ നമുക്ക് ഒരു കുഴി കുഴിയുടെ എടാ പാടത്തിങ്ങനെ കുഴി കുത്താ, പാടത്ത് കുഴി കുത്തല് നടക്കൂല. വേറെ ബിരിയാണി. അപ്പൊ നമ്മള് ചിക്കൻ ബിരിയാണി സെറ്റ് ആക്കും. പിന്നെ അങ്ങനെ കുറെ പ്ലാനിങ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മള് കുറെ സാധനങ്ങളൊക്കെ വാങ്ങുന്നില്ല, അപ്പൊ അങ്ങനെ റെന്റിന് എടുക്കുകയാണ് ചെയ്യുന്നത്. അതാവുമ്പോൾ നമുക്ക് കുറച്ച് ലാഭിക്കാൻ പറ്റുവേ. അങ്ങനെ നമ്മള് ഇപ്പൊ വാങ്ങിച്ചിരിക്കുന്ന ഐറ്റമാണ് ഈ കാണുന്ന ഐറ്റം. ഇത് നമ്മുടെ അടുത്ത് മാത്രം ഉണ്ടാവും, അവരുടെ ഉണ്ടാവില്ലല്ലോ. ഇതാണ്, ഇതെന്തൊരു സംഭവം എന്ന് അറിയോ? ഇതാണ് നമ്മുടെ മാല ബൾബ് ട്ടാ. നമ്മുടെ മഡ് ഹൗസിനെ നമ്മള് വേറെ ലെവലാക്കി എടുക്കാനുള്ള സാധനമാണ്. അപ്പൊ നമ്മുടെ ബാറ്ററി സെറ്റ് ആയിട്ടുണ്ട്. ചെണ്ട കടയിൽ നിന്നിട്ട് നമ്മൾ ബാറ്ററി എടുത്തത്. അങ്ങനെ നമ്മുടെ ലൈറ്റ് റെഡിയായി, ബാറ്ററി റെഡിയായി. ഇനി അടുത്ത പരിപാടി എന്നിട്ടാണ് നമുക്ക് പാപ്പം വാങ്ങണോ. അങ്ങനെ നമുക്ക് വേണ്ട ഗ്യാസ് കിട്ടിയിട്ടുണ്ട്. അത് ഗ്യാസ് കടയിൽ നിന്ന് ഗ്യാസ് മുമ്പൊന്നും കിട്ടാറില്ലായിരുന്നു, ഇപ്പൊ ഗ്യാസ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ബിരിയാണി വെക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോവാണ് സൂപ്പർ മാർക്കറ്റില്. കോക്കനട്ട് ഓയിൽ ബിരിയാണിക്ക് വേണ്ടിയിട്ടാണ്. ബിരിയാണി മസാല. അയ്യോ, ബിരിയാണിക്ക് വേണ്ടി മസാല ഉണ്ടാ? ബിരിയാണി മസാല അങ്ങനെ ഇതിടാ. നമുക്ക് ചിക്കൻ മസാല മാറ്റണോ? അപ്പൊ നമ്മൾ ബസ്മതി റൈസിലാണ് ഇന്ന് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ അരി റെഡി ആക്കിട്ടെ. മേടിക്കണ്ടേ? സോപ്പൊന്നും വേണ്ട, അന്നേ കത്തിയെടുക്കടാ. അപ്പൊ അല്ലേ ഈ കത്തി എടുത്തില്ലടാ? അപ്പൊ ഞങ്ങൾ കത്തി എടുത്തന്നെ കേട്ടാ. 55 രൂപയുടെ കത്തിയല്ലേ? തീരെ എടുക്ക്. 12 രൂപ. ഇത് എത്ര ഉണ്ടെന്ന് നോക്കിയാൽ പൊളിച്ചു നോക്കാൻ പറ്റില്ല. ചന്ദനത്തിരി അല്ലേ? ചന്ദനത്തിരി തരാം. ഇത് എത്ര? 22 രൂപ. ഇത് നമുക്ക് ജാം എടുക്കാം. മിക്സഡ് ഫ്രൂട്ട്, ചുവപ്പ ടീമിന് ചുവപ്പ് കളർ. നെല്ലൊന്നും നോക്കണ്ട, ജസ്റ്റ് 52 രൂപ ഉള്ളൂ. ജാമിനായിട്ട് നല്ല ബ്രെഡ് എന്താണ്? ബ്രെഡ് ജാമും അതും റെഡ് കളർ കേട്ടോ. ബ്രെഡും ജാമും അതും റെഡ്. റെഡാണ് ബണ്ണും അതും റെഡ്. വെള്ളം 2 ലിറ്റർ. പഴം വേണം. എത്രയാണ്? കുറയൂലേ? അപ്പൊ നമ്മ തണ്ണിമത്തൻ മഞ്ചി തണ്ണിമത്തൻ. ബാക്കി 90 രൂപ ഉണ്ട്. 90 ഉണ്ട്. ആ ലൈസ് എടുക്കാം. 20 ആണോ? 20 എടുക്ക്. 10ന്റെ 10ന്റെ എവിടെ? 10ന്റെ പച്ച ലൈസ് ഇഷ്ടമാണ്. ബ്രെഡ് മേടിക്കണേ? ബ്രെഡ് വേണ്ട, നമുക്ക് ബിസ്ക്കറ്റ് ഒരെണ്ണം വേണ്ടേ? ബിസ്ക്കറ്റ് എടുക്കാം. 3 ലൈസ് എടുത്തിട്ട്. 3 ലൈസ്. അപ്പൊ 30 രൂപ? 30 രൂപ. 500 രൂപയ്ക്ക് സാധനങ്ങൾ മേടിച്ചാൽ പെട്ടി ഫ്രീ ഉണ്ട്. അപ്പൊ 500 രൂപ കൊടുക്കണം, അവിടെ 500 രൂപ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞിട്ടാ 500 രൂപയുടെ പർച്ചേസ് 500 രൂപ പർച്ചേസ് കറക്റ്റ് 500 രൂപ. ഇനി നമ്മ ഒന്നും മേടിക്കാനുള്ള, നമ്മ വരേന്ന് ഒളിച്ചു പോയി സാധനങ്ങൾ എടുക്കും. അവരെന്തിട്ടൊക്കെ മേടിക്കാൻ നമുക്കറിയില്ല. ചിക്കൻ ഫ്ലേവർ റാമൻ. ഇതാണെങ്കിൽ അവർക്ക് കൊടുക്കാം, ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കാം അല്ലേ? വിശന്ന് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും ചോദിച്ചോണ്ട്, അപ്പൊ കൊടുക്കാൻ പറ്റും. എരിയണം, മൊത്തത്തിൽ എരിയണം. 3x മതി, 2x വിട്, കത്തണം. പിറ്റേ ദിവസം പ്രവീണ അറിയണം അവ കഴിച്ചത് എന്താണെന്ന്. അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മള് ഒരു ഫ്രീ കിട്ടിയ സെറ്റപ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മള് പാൽപ്പൊടി വാങ്ങിക്കുമ്പോ ചായപ്പൊടി ഫ്രീ. ട്രേ വേണ്ടേ? അത് വേണം. എന്തായാലും വെള്ളത്തിന് മുകളിൽ വെക്കുമ്പോ ഒഴുകിയിടുന്നുള്ളൂ, പ്രശ്നം ഉണ്ടാവില്ല. 3 പേരില്ലേ? 3 സ്റ്റൂള്. ബഡ്ജറ്റ് കഴിഞ്ഞോടാ. ചെറിയ സ്റ്റൂളൊക്കെ. സ്റ്റൂള് അതുപോലെ തന്നെ ട്രേ എടുത്തിട്ടുണ്ടേ. വെള്ളം വേണം കേട്ടോ മോനെ, ഒരു കേസ് വെള്ളം കൊടുക്കണേ. അപ്പൊ നമ്മുടെ ചിക്കൻ ബിരിയാണിക്കുള്ള ചിക്കനൊക്കെ ഇതിനുള്ളിൽ ഇരിപ്പുണ്ട് കേട്ടാ. അപ്പൊ മൊത്തത്തില് കണ്ട ചിക്കൻ്റെ ഡ്രം സ്റ്റിക്ക് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ടാ, ഫുള്ള് കിട്ടിയാലേ അടിപൊളിയാവും. കറിക്കട്ട് എത്ര 1 കിലോ ഉണ്ടാവോ? അങ്ങനെ ബില്ല് ചെയ്ത് കഴിയുമ്പോൾ നോക്കാം കാശൊക്കെ തീരുമോ ഇല്ലയോന്ന്. അപ്പോൾ ഈ ബില്ലിങ്ങിനോടൊത്ത് ഇനി കുറച്ച് സമയം കിട്ടും. അപ്പോഴേക്കും നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുക്കാം കേട്ടോ.
റംബൂട്ടാൻ പച്ചമുളക് ഒരു 4-4 ആവാം. പിന്നെ ആനയൊക്കെ കത്തിണ്ടായിട്ടാണല്ല പഴം കൊടുക്കണത്. ഒരു കടയിൽ കയറി കുറച്ച് സാധനം വാങ്ങിച്ചതാ 3550. ഇനി എത്രയുണ്ട് ബാക്കി? മറ്റേ ബാറ്ററി ചതി പറ്റി. അങ്ങനെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി. ഫ്രൂട്ട്സ് ആൻഡ് പച്ചക്കറി ആൻഡ് സാധനങ്ങൾ ഒരാവേശത്തിന്റെ പുറത്ത് വാങ്ങിയതാണ്. ബില്ലൊന്നും കണ്ടിട്ടുണ്ടടാ. എത്രയെന്ന്? 3550 രൂപ. ഇത്ര സാധനങ്ങൾക്കായി. അങ്ങനെ മച്ചാമാരെ ഇത് മഴയൊക്കെ ചാടി തുടങ്ങി. നമ്മുടെ ബ്ലൂ ടീമിന്റെ പർച്ചേസിങ് കഴിഞ്ഞു. എടാ നമ്മുടെ 5000 രൂപ നമുക്ക് എത്രയാണ് ചെലവായിരിക്കുന്നത്? 4438. അതിലൊരു 450 രൂപ വാടക. ബാക്കി മൊത്തം എത്ര? 5000 താഴെ വരും. 5000 താഴെയാണ്. ഒരു 10-30 രൂപ ബാക്കിയുണ്ട്. നമുക്ക് വല്ല മിഠായിക്ക് വാങ്ങിക്കാൻ എടുക്കാം. അങ്ങനെ നമ്മുടെ ഫുൾ പർച്ചേസിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ക്യാമ്പിങ്ങിനുള്ള പരിപാടി നോക്കാം അല്ലേ. അപ്പൊ ഞങ്ങളുടെ പരിപാടി മൊത്തം കംപ്ലീറ്റ് ആയി. നമ്മൾ തുടങ്ങാണ് പരിപാടി. ചടാൻ. അങ്ങനെ മച്ചാൻ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് 5000 രൂപ മൊത്തത്തിൽ പൊട്ടിച്ചിട്ടുണ്ട്. ഈ കപ്പലിൽ കഴിക്കാനുള്ള കാശ് മാത്രമേ ഞങ്ങളുടെ ഉള്ളൂ. 500 രൂപയ്ക്ക് ഒരു ലോഡ് സാധനങ്ങളുമായി റെഡ് ടീം വരുന്നുണ്ട്. അപ്പൊ അതെ ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട്. അറിയണാവോ? ചൂടടിയില്ലേ പച്ചപ്പുല്ലൊക്കെ നെല്ല് നട്ടാക്കണവര്. അങ്ങനെ മച്ചാമാരെ ഞങ്ങളുടെ ക്യാമ്പിങ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പോയാ. എടാ നമ്മുടെ സാധനങ്ങൾ ഇടറാ. അതേടോ സാംസങ് ഫോൺ, തണ്ണിമത്തങ്ങ, ബ്രെഡ്, പഴം, 10 കിലോ പഴം, 3 കിലോ ബണ്ണ്, ലേസ്, സീക്രട്ട് സാധനം. കാണിക്കണ്ട, പുറത്ത് കാണിക്കണ്ട, അവര് കാണൂടാ. ഒരു സാധനം ഇല്ലാണ്ട് ചുമ്മാ ക്യാമ്പിംഗ് എന്നും പറഞ്ഞുകൊണ്ട് 2 പാക്കറ്റ് മിച്ചറും 1 പാക്കറ്റ് വെള്ളം കൊണ്ട് വന്നേക്കാണ്. തണ്ണിമത്തൻ ആകെ 500 ആണ് കിട്ടിയത്. ആ കടയിൽ നിന്ന് കടം വാങ്ങിച്ചാണെന്ന് തോന്നുന്നു. പിന്നെ പൈസ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഇതുണ്ടാ MS ധോണി സൈൻ ഇട്ട വെള്ളം? കിണ്ടിലിയുടെ വെള്ളം MS ധോണി സൈൻ ഇട്ട വെള്ളം അത് കിണ്ടിലിയുടെ. അപ്പൊ നമ്മുടെ ടെന്റ് ഇതാണ്ട. നമ്മ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന ക്യാമ്പിംഗ് ടെന്റ് ഇതാണ്. ഇവരുടെ 3 സുഖമായിട്ടല്ലേ? നിങ്ങളുടെ ഇതല്ലടാ. നിങ്ങ എങ്ങനെ സർവൈവ് ചെയ്യുന്നു? നമ്മ വേറെ ആരുടെ കാര്യം അന്വേഷിക്കാൻ നമ്മളിവിടെ എൻജോയ് ചെയ്യാൻ വന്നതാണ്. പിന്നെ ഇവിടെ ബൗണ്ടറി വില്ലേജ് നമ്മുടെ എല്ലാവരുടെയാണ്. അതന്നെ റെന്റ് എടുത്താണ് നിങ്ങളെ പോലെ മണ്ടന്മാരല്ല. ബില്ലാണ് രാജിന്റെ ബില്ല് കാണിച്ചാരാ. ഇപ്പൊ എന്തിനാ ഒരു സാധനം എടുത്ത് തിരിച്ചു കൊടുക്കുമ്പോൾ റെന്റ് കൊടുക്കാം. കാണിക്കും 5000 രൂപ. ഉണ്ട് ഞങ്ങളുടെ ഉണ്ട്. അയ്യോ ഞങ്ങൾക്ക് 200 രൂപയ്ക്ക് മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്. 200 രൂപയ്ക്ക് മന്തി സൊമാറ്റോയിൽ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മ അതിൽ ബുക്ക് ചെയ്ത് 200 രൂപ പൈസ മഴ കൊണ്ടേക്കളെ. അപ്പൊ നമ്മുടെ ക്യാമ്പിങ് തുടങ്ങണേക്ക് മുമ്പ് തന്നെ മഴ തുടങ്ങിയിട്ടുണ്ട്. തൽക്കാലത്തേക്ക് നമ്മുടെ പിള്ളേര് അതിനുള്ള സാധനം എടുക്കണവരെ നമുക്ക് ഇതിനുള്ളിൽ കയറി ഇരിക്കാം. എന്റെ അമ്മേ കുറച്ചു നേരത്തേക്ക് ഇതിന്റെ ഉള്ളിലായിരിക്കും നമ്മള്. വാവ്, മഴ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. എങ്ങനെ കേറൂടെ ചെയ്യാൻ അവര് പല കുശുമ്പുകളും പറഞ്ഞോണ്ടിരിക്കും. കാരണം അവരുടെ സാധനങ്ങളൊന്നുമില്ല. അപ്പൊ പിള്ളേര് മഴയ്ക്കുള്ള അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണവര്. ആഹാ കുറച്ചു നേരത്തേക്ക് ഇതിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അവര് നമുക്ക് വേണ്ട സാധനം എടുക്കണവരെ. വാവ്, എന്ത് രസം. നാച്ചുറൽ കൂളിംഗ് വിത്ത് അൾട്രാ സ്ലോ മോഷൻ. അങ്ങനെ പിള്ളേര് ഇപ്പൊ നമുക്ക് വേണ്ട മഴ നനയാതിരിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരും കേട്ടാ. അവര് വരുന്നുണ്ട്. അതുവരെ ഞാൻ ഇതിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതിന്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിലേ വാവ്, ഒരു സ്പെഷ്യൽ പാറ്റേണിലാണ് നമ്മളുടെ മഡ് ഹൗസ് ഇരിക്കുന്നത്. അപ്പം മച്ചാന്മാരെ നമ്മുടെ പരിപാടി തുടങ്ങുകയാണ്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ വർണ്ണശബളമായ കോട്ടകളിലേക്ക് ഞങ്ങൾ കയറാൻ പോവാണ്. അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പുറത്തിറങ്ങി പരിപാടികളൊക്കെ ചെയ്യാം. നമ്മൾ ഫുൾ ഔട്ട്ഡോർ കുക്കിംഗ് ആണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി തന്നെ നമ്മൾ ഗ്യാസും കുറ്റിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് നമ്മൾ വാങ്ങിയതാണ്. ഗ്യാസും കുറ്റി റെൻ്റാണ്. അപ്പോൾ അതെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ എൻട്രൻസ് ഒക്കെ നോക്കിയ ഒരു നാച്ചുറൽ ബ്യൂട്ടി. എൻ്റെ പൊന്നോ വേറെ ലെവല്. പിന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ
ഇതിൻ്റെ ഉള്ളിൽ നമ്മളെ നാച്ചുറൽ വെന്റിലേഷൻ ഇട്ടിട്ടുണ്ട്. ചൂടൊന്നും ഉള്ളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതേ കണ്ട, ഇതിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ മൊത്തം ഒരു വല പോലെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊന്ന് കിടന്നുറങ്ങാൻ മാത്രമേ ഇത് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇന്ന് വാട്ടർ സ്ലീപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. വെള്ളത്തിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങുന്ന ഒരു പ്രത്യേക മെത്തേഡ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഏതൊരു ജീവിക്കും സർവൈവ് ചെയ്യാനായിട്ട് വേണ്ടത് വെള്ളവും ഭക്ഷണവുമാണ്. അപ്പോൾ നമുക്കത് രണ്ടും കിട്ടും. പിന്നെ നമ്മുടെ എന്താണ് കയറി കിടക്കാനുള്ള സ്ഥലം അത് നമ്മുടെ റെഡിയാണ്. അപ്പോൾ പണി തുടങ്ങിയാലോ. അപ്പോൾ നമ്മൾ ഫുഡ് ഒരു നമ്മുടെ എനർജി വേണം. നമ്മൾ എന്ത് പണിയും ചെയ്യാൻ പോകണതിന് മുമ്പ് നമുക്ക് എനർജി വേണം. കുറച്ച് അണ്ടിപ്പരിപ്പ്, നല്ല അണ്ടിപ്പരിപ്പ് നോക്കി എടുത്തു കുറച്ച്. ഓ അണ്ടിപ്പരിപ്പ് എടുത്തില്ലേ, എനർജിക്കുള്ള സാധനമായി. അതില്ലേ നമ്മുടെ കാര്യം നോക്കി നിൽക്കുമ്പില്ലേ അവിടെ നിങ്ങടക്ക് ക്യാമറ നീട്ടി നിൽക്കലാണ് ഇവിടെ പരിപാടി. പൊട്ടിച്ചാണ്ടായിരുന്നു, അതുകൊണ്ടോ പൊട്ടിച്ചാൽ അഭിനയിക്കാം. ലൈവ് ബനാന, അവിടെ പച്ചപ്പഴമാണ്, ഇവിടെ മഞ്ഞപ്പഴം, പഴുത്ത പഴം. തണ്ണിമത്തങ്ങക്ക് എറിയാ. പോടാ പോടാ, പഴമൊന്നും വേണ്ട, നീ പൊക്കോ. ഞങ്ങളുടെ പോടാ വന്ന ബുദ്ധി. എടാ ഇത് പൊളി വിട്ടാ, ഇത് പൊളിച്ചു. വേസ്റ്റ് ഇട്ടിട്ട് പോയി. ഇതിന്റെ പകരം നമ്മ വലിയ പണി കൊടുക്കും. ഈ പച്ച കളർ ഓർത്ത് വെച്ചോ, തലക്കും കുത്തും. അപ്പൊ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണിയാണ്. അപ്പൊ അതിന് വേണ്ടിട്ട് അരി കഴുകിയെടുക്കാൻ. ചിക്കൻ കുക്കർ ബിരിയാണി, ചിക്കൻ മടിയം ബിരിയാണി. എടാ നമുക്ക് കുറച്ച് മതി കിട്ടും, മൊത്തം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അവർക്ക് കൊടുക്കേണ്ടി വരും. നമുക്കുള്ളത് മതി. കൊതിയന്മാര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിച്ചോടാനുള്ളത് മതി മതി. ആ ബസ് മതി, നല്ല അടിപൊളി ബസ് മതി അരി വെച്ചിട്ട് നമ്മളിന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോകണം. അരിയൊക്കെ കഴുകിയെടുത്തോളൂ. വാവ് സബാഷ്. കഴുകുന്ന ഒരു പാല് പോലെ തന്നെ ഉണ്ടാ. ആ ഊറ്റി കൊടുത്തോ മോനെ, ഊട്ടി കൊടുത്തോ. അങ്ങനത്തെ നമ്മുടെ അരി കഴുകി ഒന്ന് ചെറുതായിട്ട് കുതിരാൻ വെക്കാം. അപ്പോഴേക്ക് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാനുള്ള ബാക്കി പരിപാടി നോക്കാം. കുറച്ച് നേരം ബിരിയാണിയുടെ മണമൊക്കെ വരുമ്പോൾ ആ ഷെഡിൽ നിന്ന് കുറച്ച് ടീംസൊക്കെ ഇറങ്ങി വരണതാണ് കേട്ടോ. അവര് ബിരിയാണി ഉണ്ടാക്കിയിട്ട് നമുക്കും കൂടി തരും ചിലപ്പോൾ. കാരണം ഒരു കിലോ അരിക്ക് മേടിച്ചിട്ടുണ്ടാവും. ആ പേരും പറഞ്ഞ രാത്രി ഇങ്ങോട്ട് വരാനാണ്. നമ്മ ബിരിയാണിയിൽ വീഴുന്നാണ് അവരുടെ വിചാരം. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത് ഈ ഡയലോഗ് മറക്കരുത്. ബിരിയാണി വേണോന്ന് വെച്ചിട്ട് അവർ ഇങ്ങോട്ട് വരും, ബന്ധിയിലേക്ക് നമ്മ വരുത്തും. ഇപ്പൊ വീട്ടിക്കണോ? നീ ഇപ്പൊ പോകൂല, അതുകൊണ്ടാണ്. നിങ്ങൾ വെള്ളത്തിലിരിക്കാനാണോ വന്നേ? എടാ നമുക്ക് എന്തിനോട് ചെയ്യാനുള്ളത്? നമുക്ക് 500 രൂപയ്ക്ക് അടുപ്പ് മേടിക്കാൻ പറ്റുമോ? ഇല്ല. ഇറച്ചി മേടിക്കാൻ പറ്റുമോ? ഇല്ല. വെളിച്ചെണ്ണ മേടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് ബ്രെഡും ചാമ്പൊക്കെ തിന്നാ വെറുതെ ഇരിക്കാ, കിടന്നുറങ്ങാം. അങ്ങനെ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ മണ്ടത്തരം ചെയ്തിട്ടാ എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് നമ്മൊരു സാധനം വാങ്ങിച്ചില്ല. എന്നിട്ടാ കത്തി. അപ്പൊ അതിന് വരെ നമ്മുടെ ചട്ടകം വെച്ചിട്ട് നമ്മള് അരിയാൻ പോകുന്നത്. അവിടെ ഇല്ലേ അവന്മാരുടെ വിചാരം നമ്മ ഈ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്നതാണ്. കൊടുക്കൂല. ഇന്ന് കൊതിപ്പിച്ച് തിന്നും നമ്മ. 5000 രൂപയ്ക്ക് കത്തി മേടിക്കാൻ പൈസ ഇല്ലെന്ന്. എടാ നമ്മളിലുള്ള കത്തി കാട്ടി കൊടുത്തേ. 500 രൂപ ഉള്ള ആൾക്കാർ കത്തി മേടിച്ച് 55 രൂപ കത്തി വാങ്ങിച്ച് 5000 കത്തി മേടിക്കാൻ പൈസ ഇല്ല. കത്തി വേണോ ഭൂമിക്കര? പോടാ വന്ന ബുദ്ധി. പോടാ പോടാ പോടാ. ബിസ്ക്കറ്റ് വേണോ? വന്നില്ലേ? അവിടെ നടന്നിട്ടാടാ. ആ തീർത്തിട്ടാ, ഞങ്ങൾ ജസ്റ്റ് പോയി കാണട്ടെ. ആ ജിയോ നിങ്ങ എന്തിനാണ് ബിരിയാണിയിലിട്ട് ഉണ്ടാക്കണേ? ബിരിയാണിയാ? ചിക്കൻ ബിരിയാണിയാണല്ലേ? ഓ ചെളി വെള്ളത്തിലേക്കുണ്ടോന്നല്ലേ? നിങ്ങ എന്താ പുള്ളി പോരുന്ന് ചെയ്യാത്ത? അയ്യോ ശരിയാണ്. ഓപ്പൺ സ്വന്തമായിട്ട് കണ്ടന്റ് ഒന്നും ഇല്ലാണ്ട് നമ്മളുടെ വീഡിയോ വീടോക്കട്ടെ. ഇതുവരെ കേറിയിട്ടില്ല, ഒരു കാൽപ്പാട് പോലും ഇല്ല. ഇവിടെയാണ് അവരുടെ വീട്. ഈ ഒരു ചൂളിട്ടേക്കണ നോട്ടെ കാണിച്ചാ തലമാറ്റിയാടാ. നോട്ടെ വെള്ളം അനങ്ങിയിട്ടും കൂടിയില്ല, ഇല്ലേ? കേറിയിട്ട് കൂടിയില്ല അവന്മാര്. നിങ്ങ എന്തിനോട് കേറാത്തടാ? എന്തോ നമ്മൾ ക്യാമ്പ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ഫുഡ് കഴിക്കണം. അല്ലാണ്ട് ഈ കടയിൽ നിന്ന് കിട്ടണ ബണ്ണും പഴവും തിന്നോണ്ടിരിക്കാനാണ് ഈ വീട്ടിലിരുന്ന് ചായയും മിച്ചറും കഴിച്ചാൽ പോരെ. ചിലവരുടെ വിചാരം ക്യാമ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബണ്ണും പഴവും വെച്ചുകൊണ്ട്
നമ്മളേതെങ്കിലും പറമ്പിൽ വന്നിരുന്ന് ചായ കുടിക്കണം തന്നെ ചിലവരുടെയൊക്കെ വിചാരം. നമ്മളത് എക്സ്പ്ലോർ ചെയ്യണം. ആയ് കണ്ട ചിക്കൻ്റെ ലെഗ് പീസ്. ലെഗ് പീസ് എന്ന് ആർക്കും വേണ്ടേ? ഇതിനോടത്തോ അയ്യോ അപ്പോഴേക്കും ഇത് പോവും. ലെഗ് പീസ്, ഒരു ലെഗ് പീസ് കൂടി ഉണ്ടല്ലോ. അതാർക്കാണ്? നോക്കിയാടാ ഇപ്പഴേ തോന്നിക്കണ നോക്കിയാടാ ബിരിയാണി വെച്ച് വെച്ചിട്ടില്ല, അതിന് മുമ്പേ തോന്നിക്കണം. അങ്ങനെ നമ്മുടെ ബിരിയാണി വെക്കാനുള്ള അടുപ്പ് കൂട്ടൽ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അത് ഇത്തിരി വെള്ളം കുറവുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ സ്റ്റൗ വെച്ചിട്ട് ഗ്യാസ് വെച്ചിട്ട് ഇതിൽ കുക്കർ വെച്ചിട്ട് നമ്മൾ ബിരിയാണി വെക്കാൻ പോകുന്നത്. അങ്ങനെ തീ കൂട്ടി നമ്മുടെ പാത്രം വെച്ച് ഇനി നമ്മുടെ ബിരിയാണി വെക്കാനുള്ള പരിപാടിയാണ്. അതെ നമ്മുടെ പാത്രമൊക്കെ ചൂടായിട്ടുണ്ട്. നമ്മുടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വാവ്, ഇത് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓയിലൊക്കെ വേറെ ഒഴിക്കണം പോകുന്നത്. അപ്പോൾ അതെ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മുടെ സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ മാറ്റി കൊടുക്കാം. നമ്മുടെ പച്ചക്കറി സാധനങ്ങളൊക്കെ ഒന്ന് വഴണ്ട് വെക്കും. സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാത്ത കണ്ടില്ലേ മണ്ടന്മാരി. നമ്മുടെ സവാളയൊക്കെ വഴണ്ട് വരുമ്പോഴേക്കും നമ്മുടെ ഫ്രൂട്ട്സിലേക്കൊക്കെ പിടിക്കാം. ഓ റംബൂട്ടാൻ, എനിക്ക് വേണം റംബൂട്ടാൻ. ഹൈബ്രിഡ് റംബൂട്ടാൻ. റംബൂട്ടാൻ തരുമോ? നീ രണ്ടാമത്തെ വേസ്റ്റ് ആണ് ഇടുന്നേ. തിന്നണ വേസ്റ്റ് ഒക്കെ ഞങ്ങൾ അതിനോട് കൊണ്ടുവന്നിടും. ഇത് ചോദിച്ചു ചോദിച്ചു കണ്ട റംബൂട്ടാൻ അടിച്ചുപറ്റി ഞങ്ങളുടെ അടിച്ചുപറ്റി റംബൂട്ടാൻ അടിച്ചുപറ്റി റംബൂട്ടാൻ കിലോക്ക് എത്ര രൂപ? കിലോ 160. മരത്തുമേന്ന് പൊട്ടിക്കണേന് പൈസ ഇല്ല. എന്ത് മരത്തുമേന്ന് പൊട്ടിക്കണേന് പൈസ ഇല്ല. പിടിച്ച് പിന്നെ എന്നാ പിടിച്ചേ? മരത്തുമേന്ന് പൊട്ടിക്കണേന് പൈസ ഇല്ല. ഇതിപ്പോ പൊക്കി പൊക്കിയതൊന്നുമില്ല. ഞങ്ങൾ മേടിച്ചത് 500 രൂപ ബഡ്ജറ്റ്. മറ്റേ LIC ചേച്ചിയുടെ വീണ്ട നിങ്ങൾക്ക് എത്ര രൂപ റംബൂട്ടാൻ കിട്ടിയെന്ന്? LIC കൊതി ഗവൺമെന്റിന്റെ കൊതി. പോയേ കളഞ്ഞു നീ. നമ്മുടെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചാർന്ന ചിക്കൻ സെറ്റ് ആയിട്ടുണ്ടേ. വാവ് എന്താ സ്മെല്ല്! എന്താ മോനെ മസാല ഒക്കെ വഴണ്ട കഴിച്ചല്ലേ? ഇല്ല അങ്ങനെ ഇവിടെ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ കേട്ടാ. എടാ ഞങ്ങക്ക് തരൂലേ ബിരിയാണി? തരൂലേ? എടാ ഒന്ന് പറയടാ, ഞങ്ങക്ക് ബിരിയാണി തരൂലേ? മിണ്ടല്ലോ. അങ്ങനെ നമ്മുടെ സാധനം തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് അരിയിടാൻ പോവാണേ. അപ്പോൾ നമ്മുടെ ബിരിയാണി അരി നമ്മൾ കുതിർത്ത് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ റൈസ് മൂത്തിട്ടിട്ട് നമ്മളൊന്ന് ഇറക്കി ഒതുക്കി കൊടുക്കണം. ക്യാമറ വെറുതെ എന്താ ഭൂമിക്കേ? അപ്പോൾ എന്തായാലും നമ്മുടെ ബിരിയാണി വേവാനുള്ള നേരമായിട്ടാണ്. അതിൻ്റെ തീയൊക്കെ കെടുത്തി വെക്കാം. നമുക്ക് കുറച്ച് നേരം അവിടെ നിന്ന് സെറ്റിൽ ആവട്ടെ. അപ്പം മച്ചാമാരെ ഇതേ നമ്മുടെ ബിരിയാണി വെക്കലൊക്കെ കഴിഞ്ഞു. ഇതേ അവിടെ ബിരിയാണി നല്ല ചൂടൻ ബിരിയാണി ഇരിക്കുന്നുണ്ട്. നമ്മുടെ കിരൺ മച്ചാനാണെങ്കിൽ അവിടെ സലാഡ് ഉണ്ടാക്കാനുള്ള പരിപാടി. ഒരു ടീമാണെങ്കിൽ നമ്മളെ വായ തൊളിച്ച് നോക്കിയേക്കുന്നു. ഒരു പണിയില്ലാതെ. അപ്പോൾ നമ്മൾ ഇനിയില്ലേ സൺസെറ്റ് കാണാം. നമുക്ക് സൺസെറ്റ് ആയി കഴിയുമ്പോൾ ഇവിടെ വെട്ടുണ്ടാവില്ല. അപ്പോൾ ലൈറ്റ് വേണ്ട നമുക്ക്. നമ്മുടെ കൂടാരത്തിന് നമുക്ക് ലൈറ്റ് ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാറ്ററി വെച്ചിട്ടുണ്ട് ലൈറ്റ് വയ്ക്കാനായിട്ട് പോകുന്നത്. രാത്രിയാണ് വരുന്നത്. രാത്രിയുടെ യാമങ്ങളിൽ നമുക്ക് ഇരുട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിത് മാലോട് വിട്ട് കൊടുക്കാൻ പോവാണ്. നമ്മളുടെ ഈ കാണുന്ന മഡ് ഹൗസിന്റെ മുകളിൽ കേട്ടാ. എടീ ഉമാരി 5000 ചെലവാക്കിയിട്ട് ആകെ ബിരിയാണി മാത്രമേ ഉള്ളൂ. 5000 രൂപയ്ക്ക് ബിരിയാണി 300 രൂപയ്ക്ക് മറ്റേ ബിരിയാണി കിട്ടൂല മേടിക്കാൻ. അതിന് വേറെ സെറ്റപ്പ് ഇല്ലല്ലോ അല്ലേ? 5000 ചെലവാക്കിയിട്ടുണ്ട്. സാധനത്തിന് ബിരിയാണി മാത്രം ഉണ്ടാക്കാറുണ്ട്. നമ്മളുടെ ബാക്കി ഐറ്റംസ് കണ്ടിട്ടില്ല. ബിരിയാണി മാത്രമേ ഉള്ളൂ നിങ്ങളുടെ അടുത്ത്? പല സാധനങ്ങളും ഉണ്ട്. ഞങ്ങൾക്ക് അത് വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. നീ ഇങ്ങോട്ട് വരുമ്പോ നീ വെളിപ്പെടുത്തിക്കോ. ഇങ്ങോട്ട് വരുമല്ലോ കുറച്ച് കഴിയുമ്പോ. അപ്പോൾ വെളിപ്പെടുത്തണോട്ടാ, പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റൂല. അപ്പൊ നമ്മുടെ മാലോട്ട് ചെക്ക് ചെയ്യാണ്. സൂപ്പർ അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതും ചുറ്റും മാലോട്ട് ഇടാം. അങ്ങനെ നമ്മുടെ 2 ടീമോടെ പണിയിലാണ് കേട്ടോ. ഒരു ടീം ബിരിയാണി വെക്കണ്, നമ്മുടെ ടീം റെസ്റ്റ് ചെയ്യണ്. നമ്മൾ കഷ്ടപ്പെട്ട് പാത്രത്തിൽ നിർത്ത മാങ്ങ തൊണ്ട് ചെത്തിക്കോട്ടെ. തുണ്ടൊന്നും ചെത്തോണ്ട് വട്ടപൂൾ എടുക്കാം. മാങ്ങ വേണോടാ? മാങ്ങ
ഒരെണ്ണം ചോദിച്ചു വാങ്ങിച്ചതാ സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. കള്ള കള്ളഞ്ഞി എടി വാടാ ഫുഡ് കഴിക്കാം. എന്നിട്ട് കഴിക്കാവണേ. ഇതൊന്നും പറയല്ലേ. അതന്നെ പഴം കഴിക്കണ പഴം. ഗ്യാസും കുറ്റിയോടെ ഇല്ല ഫസ്റ്റ് നമ്മ പ്രദർശനം എല്ലാം പ്രദർശനം. ഗ്യാസ് എത്തിക്കണം. ഗ്യാസ് എടുക്കണോ? ഗ്യാസ് പണം തിന്നാ മതി. ഗ്യാസ് ആവും. പഴമൊക്കെ അവിടെ ഒപ്പിച്ച് നമ്മ മേടിച്ചത് വീഡിയോ. ശരിയാ. അപ്പൊ നമ്മുടെ മാലയിടൽ പരിപാടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന കൂടാരം മൊത്തം നമ്മള് മാലകൾ വിട്ട് പൊളിക്കും. അങ്ങനെ നമ്മുടെ പുറത്തെ പരിപാടി കഴിഞ്ഞ് ഇനി നമുക്ക് അകത്ത് കയറി നോക്കാം. അങ്ങനെ എടുത്ത് എന്താ കാണുന്നുണ്ടോ അവിടെ? ഇല്ല, ഒന്നും കാണില്ല. ഒന്നും കാണുന്നില്ല. ഇത് ഇങ്ങനെയല്ല, ഇത് കഴിഞ്ഞിട്ട് നമ്മ കാണും. ഇപ്പൊ നമ്മ മാലോൾബ് കിട്ടോണ്ടിരിക്കാണ്. ഇത് കഴിയുമ്പോ നമ്മള് സെറ്റ്. ചേട്ടനെ കാണില്ല. ഇനി നമ്മുടെ 6 പഴമുണ്ട്. 2 പഴം തിന്നുമ്പോ തന്നെ വയററിയും. പിന്നെ അങ്ങനെ വിശക്കാം. അങ്ങനെ നമ്മുടെ ലൈറ്റ് കിട്ടും. രാത്രി അവിടെ ലൈറ്റ് എത്തിക്കാം. നമ്മുടെ ബിരിയാണി തുറക്കാൻ പോവാണേ. തിരിക്കി ബിരിയാണി കാണിച്ചു വിടട്ടെ. ബിരിയാണി കഴിക്കരുതിട്ടാ. സാലഡൊക്കെ വരാൻ്റെ. കോഴിയുടെ നല്ല കാല്. മതി കൊടുക്കല്ലേ. അപ്പുറത്തെ ടീമിൽ പോകണേ. കുഴപ്പമില്ല, ഇപ്പൊ നമ്മുടെ ടീമല്ലേ. അവനും പണിയെടുത്താലടാ. കയ്യിൽ ഇച്ചിരി നല്ലതെന്ന് നമുക്ക് ഇച്ചിരി എളുപ്പത്തിൽ സലാഡ് മാത്രല്ല ചാറുണ്ട്. ചാറുണ്ടാ? ഞാൻ കമത്തല്ലേ. ആക്രമണം കാണിക്കില്ല. സാധനം ഇഷ്ടം പോലെ നീയല്ലേ കമത്തിയേ. ബിരിയാണി നോക്കി പഞ്ഞി പോലെ വന്ന ചിക്കൻ. തരാൻ വന്നതാ. തരൊന്നും വേണ്ട, ഞങ്ങൾക്കൊന്നും വേണ്ട. ഫുഡ് ഇവിടെ ഉണ്ട് ആവശ്യത്തിന്. കഴിക്കണോ? നിങ്ങൾക്ക് അവിടെ തന്നില്ലേ? ഞങ്ങൾക്ക് ഇവിടെ കിടക്കാനുള്ളത്. നിങ്ങളുടെ വീട്ടിൽ പോയി കഴിച്ചേ. അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല അല്ലേ? അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല അല്ലേ? പൊളി ബിരിയാണി. ബിരിയാണി ഒക്കെ പൊളിയാണെന്ന് എനിക്കറിയാം. ഇവര് ഇവിടെ നിന്ന് കഴിക്കണേ. വീഡിയോ എടുക്കും നമുക്ക് തന്നെ പോലെ. കൊതി വന്നില്ലടാ. ആര് തന്നെ ഒരു പീസല്ലേ തിന്നു? ആര് ചോദിച്ചു? പ്രവീണേ, ഞാൻ തരില്ലെന്നൊക്കെ പറഞ്ഞാലും എനിക്ക് മനസാക്ഷി ഉണ്ട്. നീ ചോദിച്ചാൽ ഞാൻ തരും, ഇല്ലേ തരില്ല. എഡ്വിൻ ചെറുതായിട്ട് വീടുണ്ട് തോന്നുന്നുണ്ട്. ഞാൻ ഒരിക്കലും വീടില്ല. ഞാൻ കുരിശിങ്ങൽ ഫാമിലിയാ. നീ അനിയനല്ലേ? കേട്ടാ, നിങ്ങളിത് കാണ്. അവനെ പുറത്താക്കേണ്ട നേരമായിട്ടുണ്ട്. അല്ല, നിങ്ങളുടെ ഒരു കീറണുണ്ടായിരുന്നല്ലോ. ഇത് പിന്നെ ബിരിയാണി എടുക്കാൻ പോയി. നീ പാലം കടന്നല്ലേ നേരത്തെ? ഇങ്ങോട്ട് നോക്കി തിന്നടാ. ഇങ്ങോട്ട് നോക്കി തിന്നു. നാടുണ്ടാ നിനക്ക്? നിനക്ക് നാടുണ്ടാ? വീണ്ടും പനിണ്ടാ. വീണ്ടും പനിണ്ട്. അടുത്ത 2 ഒറ്റുകാരൻ കണ്ട. നിർബന്ധിച്ച് കഴിപ്പിക്കണ്. വേണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കയറി കണ്ട. നിർബന്ധിച്ച് കഴിപ്പിക്കണ്. കണ്ട, നിർബന്ധിച്ച് കഴിപ്പിക്കണ്. വേണ്ടെന്ന് പറഞ്ഞിട്ടും ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്ത് കഴിപ്പിച്ച്. അവർക്ക് വെള്ളത്തിലിരിക്കാൻ സ്ഥലമില്ല. ഇനിയിപ്പോ ബിരിയാണിയുടെ പേരും കഴിഞ്ഞ് രാത്രി പേരും കിടക്കാനായിട്ട്. എനിക്ക് കുറച്ചേരം കഴിയുമ്പോ കിടക്കും ഇവിടെ. എന്നിട്ടാടാ പരിപാടി. ഭൗമിക്കറിനുണ്ടാക്കണം. നേരേക്ക് കത്തണ്ട. മലയാളം പഠിച്ചോയി. നേരേക്ക് കത്തണ്ടേട്ടാ. എന്തൊക്കെ നീ വയറ് മാറ്റി കൊടുത്താ? പോയി. ഇവനപ്പോഴേ ആ വയറ് കുത്തി ചുരുട്ടി കയറ്റിയപ്പോ ഞാൻ ഓർത്ത് അവന്റെ റോള് കത്തി പോയി. എടാ പോയടാ. പോയാ അയ്യോ പോയില്ലടാ. അപ്പൊ നമ്മളെ രാത്രിയായി തുടങ്ങിട്ടാ. ഇനി നമ്മള് സംഭവം കത്തിക്കാൻ പോവാണ്. അകലെന്ന് പോലെ നല്ല ഭംഗിയാണുള്ളൂ. നമ്മുടെ ആ ഒരു കൂടാരത്തിന്റെ ഭംഗിയാണ്. നമ്മൾ കത്തിക്കട്ടെ. കൈയടിക്കണോട്ടാ. റെഡിയാ?
മഡ് ഹൗസിന് ലൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പില്ലേ വേറെ ലുക്ക്. ഇത് മാത്രമല്ല വേറെ അടിപൊളി സാധനം വേറെ വരുന്നുണ്ട്. അതാണ് ഉള്ളില് കാണിച്ചിട്ടില്ലല്ലോ നമ്മൾ പറഞ്ഞ പോലെ. നമ്മൾ പുറത്തൊക്കെ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് ഉള്ളിൽ എന്തൊരു അവസ്ഥ കാണിച്ചോ. നമ്മുടെ മഡ് ഹൗസിന്റെ ഉള്ളിൽ വാട്ടർ തീം പാർക്ക്. അടിപൊളി. ഇത് നോക്കും മോനെ, അടിയിൽ ഇച്ചിരി വെള്ളമുണ്ട്, അത് നമുക്ക് സെറ്റ് ആക്കി എടുക്കാം. പുറത്ത് നോക്കുമ്പോ വേറെ ലുക്ക്. ഇവിടെ നോക്കിയേ, ഇരുട്ട് മൂടി കിടക്കുന്ന ഒരു വീട്. പ്രേതാലയത്തിൽ ആളുണ്ട്. അപ്പൊ നോക്കും മക്കളെ, ഇതേ നമ്മളുടെ കളിമണ്ണ് വീടുമ്പോ ലൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ റിഫ്ലക്ഷൻ കുളത്തിലടിക്കുമില്ലേ, വേറെ ലുക്ക്. ഇനി അപ്പുറത്ത് ഇപ്പുറത്തെ പന്തൊക്കെ വരൂട്ടാ. ഇവിടെ ഒരു മരണ വീട്. സംഭവം നമ്മൾ പന്ത സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഈ കാണുന്ന പന്തമില്ലേ, ആ പന്തത്തിൽ ഇനി നമ്മള് തീയൊക്കെ കൊടുത്താൽ വേറെ ലുക്കായിരിക്കുള്ളൂ. അങ്ങനെ മച്ചാമാരെ സമയം വൈകുന്നേരം ഒരു 8:30-9 മണി കൊണ്ടായിട്ടാ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അല്ലേ? അതല്ലേ എടാ, നമുക്ക് നമ്മുടെ സെറ്റപ്പ് ആക്കണ്ടേ? അവര് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യണ്ടേ? പന്തം കൊടുത്താൻ വേണോ? കത്താത്ത മെഴുകുതിരിയൊക്കെയാണ് മേടിച്ചേക്കണം. കത്താത്ത മെഴുകുതിരിയല്ല, കത്താത്ത അതിന് ഈ സാധനം കൂട്ടണം. നിങ്ങളുടെ കാര്യം നോക്കി പോയേ. ഒരു വലിയ പന്തം നിന്ന് കത്തണ. അത് കുറച്ച് വെള്ളം കോരി ഒഴിക്കൂട്ടാ. ഞാൻ ഒഴിക്കൂല, പാടക്കാശോ കൊണ്ടുവരും. ദീപം 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 ഇപ്പണയും. എന്താണ് അവിടെ കാറ്റുണ്ട്, നീ അവിടത്തെ നോക്കടാ. നിങ്ങ ഇത്ര ഇടയിൽ ഉള്ളിൽ കയറണ്ടാ? ഇതുമ്മ കത്തിച്ചിട്ടേ ഇന്ന് ഞങ്ങൾ ഉറങ്ങണുള്ളൂ. മൊത്തത്തിലല്ല ഒരെണ്ണെങ്കിലും. അയ്യോ എടാ, നിങ്ങളുടെ കാര്യം നോക്കടാ. ഒരെണ്ണം നമ്മ ഇതുമ്മ കുത്തി നിർത്തിയിട്ടേ ഇന്ന് ഉറങ്ങണുള്ളൂ, അല്ലെങ്കിൽ ഉറങ്ങണല്ല. പെട്ടെന്ന് തോന്നുന്നുണ്ട് ഇന്ന് ഉറങ്ങാൻ പറ്റൂല. 1.5 മണിക്കൂർ മെഴുതിരി കത്തിക്കാൻ നോക്കണേ, നടക്കല. ഒഴിച്ചോ നമ്മുടെ പന്തം കത്തിച്ചിട്ടുണ്ട് കേട്ടാ. കത്തി വരട്ടെ നമ്മുടെ പന്തം. ചന്ദനത്തിരി ഇതില് നിങ്ങ പോയി. അതന്നെ ചന്ദനത്തിരി. എടാ, രാത്രി നമുക്ക് കൊതുക് വരാണ്ടിരിക്കാനാണ് ചന്ദനത്തിരി കത്തിച്ചാണ്. ഞങ്ങളുടെ കൊതുക് വരില്ല, ഞങ്ങളുടെ മഡ് ഹൗസ് ആണ്. അതിനുള്ള അവന്മാര് ഇന്ന് മെഴുകുതിരി കത്തിച്ച് തീരുന്നു എന്നുള്ള നമുക്ക് കിടന്നുറങ്ങാൻ പോയി. കേറിക്കോ എല്ലാരും വീട്ടിൽ കേറിക്കോ. കേറി കൂട്ടി കയറിപ്പോ. പോട്ടെ ഇതിനുള്ളിൽ കയറണമെങ്കിൽ 1/2 മണിക്കൂർ ഇതിനുള്ള സെറ്റപ്പ് കൊള്ളാട്ടാ. അപ്പൊ ഇതിന്റെ ഉള്ളിലത്തെ സെറ്റപ്പുകളൊക്കെ കൊള്ളാം. ഇതേ കണ്ട, കാണാനൊക്കെ നല്ല രസമുണ്ട്. പക്ഷെ ഒരു പ്രശ്നം, നമ്മ അത് ചിന്തിച്ചില്ല, മഴ പെയ്യുന്നുള്ള കാര്യം ഓർത്തില്ല. അതുകൊണ്ട് തന്നെ പണി വാളിപ്പോയി. അപ്പൊ വേറൊരു നമുക്കൊരു കാര്യം പ്ലാൻ ചെയ്യണം. പിന്നെ ഇന്നലെ രാത്രി മഴ ഉണ്ടാവും, നമ്മീൻ്റെ ഉള്ളിൽ കിടന്നാൽ നമ്മൾ നനഞ്ഞ് ചെയ്യും, ചെളിയും പിടിക്കും. ചെളിയൊക്കെ ഒളിച്ച് നമ്മൾ മേത്ത് വീഴും. നമ്മൾ ചില സാഹചര്യങ്ങളിൽ ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല. നമ്മൾ ഒരുമിച്ച് പോയി അതിൻ്റെ ഉള്ളിൽ ഒറ്റയടിക്ക് കയറിയാൽ കിടന്നുറങ്ങുന്നത്. അവര് കുറെ അപമാനിക്കാൻ അതൊക്കെ പറയും. ഒരു കൊലപ്പാടായിട്ട് നമുക്ക് കാണാൻ ഒരു കാര്യം ചെയ്യാം, നിന്നെ തരാൻ പോണെന്നുള്ളത് ഞങ്ങൾ പോയി. നിന്നെയല്ല നമ്മുടെ ടീം മാറ്റുന്നത്. എന്നിട്ട് നിന്നെ അതിൻ്റെ ഉള്ളിൽ കയറ്റും, കൂടെ ഞങ്ങൾ കയറും. ഓക്കെ അല്ലേ? നമ്മളെ പന്തുറത്തിനോട് നമ്മളെ വഴി മുടക്കണേ. കഴിഞ്ഞില്ലേ മക്കളെ? ഇറങ്ങി എല്ലാരും ഇറങ്ങി. ഒരു യുദ്ധത്തിനുള്ള പുറപ്പാടുണ്ട്. അവന്മാര് വന്ന് നമ്മുടെ പന്തം കെടുത്തി. പന്തം നിങ്ങൾക്ക് എടുത്തൂലേ? ഞങ്ങളുടെ പന്തം നിങ്ങൾക്ക് എടുത്തൂലേ? എടുത്തുണ്ടോ? തൊട്ടപ്പോ എന്റെ ഞാൻ പണിതോ മര്യാദക്ക് ഞങ്ങൾക്ക് ഒരാളോട് കൊണ്ടുപോകാനുണ്ട്. അവരൊന്നുമില്ല. നിനക്ക് ഇതിനുള്ളിൽ കയറാം. മറ്റേ ചേഞ്ചിന്റെ ടൈമായി. ബിരിയാണിക്ക് വേണ്ടി അപ്പുറത്ത് കൊടുത്താണല്ലോ. മോനെന്തിനാ ക്യാമറ പിടിച്ചിരിക്കണേ? മോനിങ്ങോട്ട് വാ. അവര് രണ്ടുപേരും ഞാൻ നാളെ വരുള്ളൂ. അത് മറ്റേ ബോൾ കിട്ടിയപ്പോ തിന്നണം.
ഇറങ്ങടാ അവര് പറ്റിക്കാൻ പേര് പറഞ്ഞിട്ട് വരുന്നതാണ്. ഇറങ്ങിപ്പോടാ. ഇറങ്ങിപ്പോയാലേ ഞങ്ങൾ പെരക്കി തീയിടും. ഇത് നിന്ന് കത്തും. നിന്ന് കത്തിക്കോട്ടെ അയ്യോ. സത്യമായിട്ടും കത്തിക്കും. കുഴപ്പമില്ല. അവിടെ പോയി കിടന്നുറങ്ങ്. പിന്നെ എന്തിനാ ചലഞ്ച്? റെഡ് വേഴ്സസ് ബ്ലൂ ചലഞ്ച് എന്തിനാണ്? പിന്നെ ഇവിടെ പാപ്പൊന്നുമില്ല തരാനായിട്ട്. നിങ്ങ ഇറങ്ങിപ്പോയേ. നീ ഏത് ടീമാണ്? തണ്ണിമത്തൻ എടുക്കാന്നാ? ഞാൻ കത്തിക്കോ സത്യമായിട്ട് തീയിടണ്ടാ? ഞാൻ തീയിടും. അവരിറങ്ങിപ്പോയില്ലെങ്കിൽ ഇതിന് തീയിടും. നീ തീയിടാൻ വേണോ? ഫൗള് കാണിച്ച് ക്യാമ്പിങ്ങില് ഫൗള് കാണിച്ച് ബ്ലൂ ടീം ഫൗള് കാണിച്ച് ക്യാമ്പിങ്ങില് കേറി പറന്ന് പോന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കണം നോക്കിയാ അവിടെ ഇരിക്കണം നോക്കിയേ കാണൂല. ഇറങ്ങിപ്പോടാ. വാട്ട് എ ബ്യൂട്ടിഫുൾ. ഞങ്ങൾ ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾ നിങ്ങളെ പ്രാങ്ക് ചെയ്താ. ഞങ്ങൾ ഇതിനുള്ളിൽ കിടക്കാൻ പോളാ. അങ്ങനെ മച്ചാന്മാരെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ എഡ്വി മച്ചാൻ ഇപ്പൊ നമ്മളുടെ ടീമിലാണ്. ഇവിടേക്ക് ടീമിലെടുത്ത് കിരണ അവനെ പകരം അങ്ങോട്ട് കൊടുത്ത് അങ്ങോട്ട് എടുത്ത് നിന്നെ താഴ്ത്തണേ. നമ്മൾ ഇനി കിടന്നുറങ്ങാൻ പോവാണ്. കേറിക്കോ കേറിക്കോ. നമുക്ക് കിടന്നുറങ്ങാൻ നേരെ. ചെല്ല കൂട്ടിക്കേറ്. അങ്ങനെ നമ്മുടെ ടീം അതൊക്കെ ഉണ്ട്. കടിച്ചു കിടന്നുറങ്ങാം നമുക്ക്. എന്റെ മിക്സർ ഡയറ്റ് ബിസ്ക്കറ്റ് ഒക്കെ ചൂട് ഒരുമിച്ചിരിക്കാ. ക്ലോസ് അല്ലിക്കണവരുണ്ട് യൂറോപ്യനില്. അത് കുഴപ്പമില്ല. അടുത്തിരിക്കും. ഉറങ്ങാ. രാത്രി കിടന്നുറങ്ങി. എന്തിനാ എന്നെ വിളിച്ചേ? വിട്ടോ. നിങ്ങെന്താ വിളിച്ചല് കളിക്കണ? ഇങ്ങനെ നിങ്ങ രാവിലെ ഉറങ്ങും തോന്നണ്ട? കൊച്ചു വർത്താനൊക്കെ പറഞ്ഞു. എന്ത് വർത്താനാ? ഇത് നീലക്കുയില. ഉറങ്ങണ നമ്മളിന്ന് കിടന്നുറങ്ങാൻ പോയാണ്. ഞാൻ നടുക്കെടുക്കാട്ടാ. അല്ലെങ്കിൽ ഞാൻ അവരെ രാത്രി കൊല്ലും. അവൻ ഞങ്ങളോട് ചെയ്തത് അങ്ങനെയാണ്. നീ അങ്ങനത്തെ ഒരു പ്രവർത്തിയാണ് കാട്ടിയ. ഞാൻ ചെയ്തില്ല. നാളെ രാവിലെ. ഇന്ന് രാവിലെ. അപ്പൊ ഗുഡ് നൈറ്റ്. ശുഭരാത്രി, ശുഭനിദ്ര. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. ഇതെന്താ ചൊമ്പറോ? ഞാൻ ഇന്നലെ രാത്രി മാറ്റായിരുന്നല്ലേ? മറന്നുപോയി. അപ്പൊ നീലതിന്റെ ഉള്ളിൽ മറക്കാൻ പോണ അവിടെ. സത്യം പറയാല എല്ലാത്തിലും സെറ്റായി. നമ്മള് അതിൽ മാത്രം പാളി. ഉറങ്ങാനുള്ള സെറ്റപ്പ് നമ്മൾ കണ്ടുപിടിച്ചില്ല. അവര് പോലും അറിയാതെ നമുക്ക് പല കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ ചെയ്യേണ്ടി വന്നു. വെളിപ്പെടുത്തണോടാ? വേണ്ട. അപ്പൊ നമ്മള് ഉറങ്ങിയത് വേറൊരു ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ്. അതിപ്പോ പുറത്തു പറഞ്ഞാൽ നമുക്ക് നാണക്കേടാണ്. അതുകൊണ്ട് അത് പറയുന്നില്ല. ഇത് ഇവിടെ എഴുന്നേറ്റ് വരുന്ന സീനൊക്കെ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഓലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഓല മാറ്റി കിണറ്റ് തന്നെയാണ്. അപ്പൊ നമ്മള് ഇനി
നമുക്ക് ചായ ഉണ്ട്. കാലത്ത് തന്നെ ഒരു പാൽ ചായ കുടിച്ചില്ലെങ്കിൽ ഒരു സമ്മാനം ഉണ്ടല്ലോ. മോനെ ഒരു ചായ ഉണ്ടാക്കിയാടാ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും രാവിലെ എഴുന്നേറ്റിട്ടാ. എടാ എനിക്കടാ ഇന്നലത്തെ ഉറക്കം ഉണ്ടായിരുന്നു. ഉറങ്ങാൻ പറ്റണ്ടായിന് കലബലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കല്ലേ. ചെക്കന്മാരെ നശിപ്പിച്ചെന്ന് ഭയങ്കര ഒച്ചണ്ടാക്കിയായിരുന്നു. ഇവിടെ വന്ന ഈ സാധനമൊക്കെ കുലുക്ക അതൊക്കെ ആയിരുന്നു അവരുടെ പണി. രാവിലെ എഴുന്നേറ്റ് എന്നിട്ട് അവരുടെ പാത്രത്തിന്റെ സൗണ്ട് ഇട്ടിട്ടാണ് ഞങ്ങൾ എഴുന്നേറ്റ്. നമ്മിന്ന് ബർഗർ ഉണ്ടാക്കാൻ പോണ വെറൈറ്റി ബർഗർ. നമുക്ക് കത്തിയുള്ളതുകൊണ്ട് കട്ട് ചെയ്യാനൊക്കെ സുഖം ഉണ്ടാ. നമ്മുടെ ബർഗർ ഉണ്ടാക്കാൻ പോവേണ്ട അല്ലേ? വെച്ചോ പഴം വെച്ചോ. കാണുമ്പോ തന്നെ കൊതിയാവണ്ടല്ലോ. കൊഴപ്പില്ല. നീ പോയി അവിടുന്ന്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് വീട്ടിയുടെ ചായ കേട്ടാ. കുറച്ച് കൂട്ടിട്ടോ തിളച്ച് പൊന്തണ പാല്. അമ്മേ ദേടാ പാല് കുറയ്ക്കല്ലേ എന്തോരം പൊന്തു നോക്കാം. കണ്ട പാല് തിളച്ച് പൊന്തിയണ്ട ഞങ്ങടാ. പക്ഷെ ഇത് നമ്മളെ നേരത്തെ ചെയ്യേണ്ടായിരുന്നു. ഹൗസ് വാമിങ് ചെയ്യേണ്ടായിരുന്നു. ബിരിയാണി വെച്ചാണ് കയറി. നമുക്ക് ഹൗസ് വാമിങ് വെച്ച് ചെയ്യേണ്ടതായിരുന്നു കേട്ടോ. ഈ സാധനം തിളപ്പിച്ചെടുത്ത് ഇനി ചായപ്പൊടി ഇടും. ഓ ഇപ്പൊ ചായ ഒരു വേറെ ലെവലോ. മധുരം തന്നെ മസാല ചായ തോന്നുന്നു. വേറെ കളറൊക്കെ വരുന്നുണ്ട്. 2 ഇളക്കളൊക്കെ കൂട്ടാ. 2 ഇളക്ക് ചായ റെഡി. നൂഡിൽസ് ഉണ്ടാക്കാൻ വേണം. സാധനം കാണിച്ച പോലെ വെറൈറ്റി സാധനം. ഇത് എന്തിനാണ്? 3x സ്പൈസി രാമൻ. രാമനിട്ട് നമ്മള് ഇന്ന് കത്തണം എല്ലാവരും. അവന്മാര് കട്ട് തിന്നാൻ വന്നു കഴിഞ്ഞാൽ കരിയണം. അവന്മാര് സോസും ഉണ്ടാ ഒക്കെ പൊട്ടിച്ചൊഴിച്ചോ. അപ്പൊ 3x സ്പൈസി രാമൻ ഉണ്ടോ നമ്മള് കുക്കറിൽ ഉണ്ടാക്കുന്നേ. ബർഗർ കഴിക്കാൻ വേണോ? കഴിച്ചു. നീ കഴിച്ചോ? എന്ത് നൂഡിൽസ് വേണോ? നൂഡിൽസ് വേണ്ട. അളക്കം വരും. പോയവിടുന്ന് ആകെ ഒരു ബ്രെഡ് ജാമൻ കൊണ്ട് അഹങ്കാരം നോക്ക്. ബ്രെഡ് പൊട്ടിച്ചാണ്ടാ. ബ്രെഡ് ഇനി പൊട്ടിക്കാണ്ട് തിന്ന് ബ്രെഡ് ജാമൻ. നൂഡിൽസ് റെഡി. മക്കളെ വാ നൂഡിൽസ് കഴിക്കാം. മസാല രാമനില് ജ്യൂസ് അങ്ങനെ വെച്ചാൽ വരെ നമ്മളുടെ ക്യാമ്പിംഗ് ഒരുവിധം ഓവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീടൊക്കെ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. അലങ്കാരം രാത്രിക്ക് എന്ത് രസമാണ് നമ്മുടെ വീട് കാണാൻ. വേറെ വൈബ്. അവിടെ മെഴുതിരി കത്തിച്ചിരിക്കുന്നു. പക്ഷെ സംഭവം നമ്മുടെ ലുക്കായിരുന്നു. ഇത് നോക്കിയാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ വീട് തന്നെ എന്ത് രസം നോക്കിയത്. അവനൊക്കെ എടാ എന്താണ് വയ്യാത്ത കുറച്ച് പേര് ഇരിക്കണം. അപസ്മാരം പിടിച്ച എടാ നോക്കിയാടാ ഒരു കുഞ്ഞിപ്പഴം നിന്ന് ഒരു കുഞ്ഞിപ്പഴം നൈസാ ഇവിടെ ഒരു വയ്യാത്ത നിക്കണ നോക്കി. എനിക്ക് ചുമയാണ്. ചുമയാണിതൊക്കെ അതിന്റെ ഉള്ളിൽ നിന്നിട്ട് ചുമ വന്നേക്കാണ് പാവത്തിന്. അങ്ങനെ ഞങ്ങളുടെ ക്യാമ്പിങ് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അല്ലേ? ഓക്കെ അല്ലേ? കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് വീണ്ടും പോവാതെ നിക്കണ്ട്. എന്തിനാണാവോ? അമ്മ പറഞ്ഞിട്ട് വേറെ നോക്കി പറയാനായിരിക്കുള്ളൂ അല്ലേ? അപ്പൊ 500 രൂപയ്ക്ക് അങ്ങനെ ഉണ്ടായിരുന്നടാ. അടിപൊളി ക്യാമ്പിംഗ് ആയിരുന്നു. നമുക്ക് എല്ലാ സാധനങ്ങളും ലാഭിഷായിരുന്നു. വയറൊക്കെ നിറഞ്ഞ് ഇനി സാധനങ്ങളുണ്ട്. അപ്പൊ നമുക്ക് പോയാലോ? ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. മൊത്തം ക്ലീൻ ആക്കിയില്ലേ? നമ്മുടെ സാധനങ്ങളൊക്കെ പോവുകയാണ്. എല്ലാം ക്ലിയർ ആക്കിയില്ലേ? വിഷമൊന്നുമില്ല അല്ലേ? അപ്പോൾ മച്ചാന്മാരെ ഇത് നമ്മുടെ ക്യാമ്പിംഗ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കിരൺ മച്ചാന് ചെറിയൊരു ധൃതിയുള്ള കാരണം എന്ത് അവിടെ വണ്ടിയുടെ അവിടേക്ക് അവരുടെ കൂടെ പോയിട്ടാ. നമ്മൾ ഇനി ആദ്യത്തെ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാലോൾ കഴിക്കണം, സാധനങ്ങൾ ഒതുക്കണം, അങ്ങനെ നമുക്ക് പരിപാടി തീർക്കണം. എടാ എങ്ങനെയുണ്ടായിരുന്നടാ ഞങ്ങളുടെ 5000 രൂപയുടെ ക്യാമ്പിംഗ്? നീ ഇടയിൽ ചില കയറി അതുകൊണ്ട് ചോദിക്കുന്നത്. നല്ലതായിരുന്നു. അപ്പോൾ നമ്മൾ ബിരിയാണി വെച്ച് നൂഡിൽസ് വെച്ച് ചായ വെച്ച് എല്ലാം വെച്ച് ഫുഡൊക്കെ അടിച്ച്. അതായത് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഷെൽട്ടറും ഫുഡുമാണ്. ഷെൽട്ടർ പിന്നെ നമുക്ക് കിട്ടിയത് മണ്ണിൻ്റെ ഇപ്പോൾ ഏതായാലും കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒട്ടും താത്തിയിട്ടില്ല, നമ്മൾ വേറെ മൂഡായിരുന്നു. പിന്നെ അവരുടെ ടീമിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ബിരിയാണി ഉണ്ടാക്കി കൊടുത്തപ്പോൾ അഭിമാനമുള്ള 2 പേര് കഴിച്ചില്ല. ഒരു അഭിമാനമില്ലാത്തവൻ തിന്ന്. കള്ളൻ ഞാൻ തിന്ന് ടീമിന്റെ നാണം കെടുത്താനായിട്ട്.
അപ്പോൾ എന്താ പറയുക, നമ്മുടെ ക്യാമ്പിംഗ് ഒക്കെ ഇനി അവസാനിപ്പിക്കാൻ നേരമായിക്കാണ്. അപ്പോൾ ഇതേ തൽക്കാലം നമ്മുടെ സാധനങ്ങളൊക്കെ അടുക്കി പറക്കി നമ്മളിനി പോകാനുള്ള പരിപാടിയാണ്. ഹീരവാടാ സാധനം എടുത്തിട്ട് പോവാ. അങ്ങനെ മച്ചാമാരെ റെഡ് വേഴ്സസ് ബ്ലൂ നമ്മുടെ വില്ലേജിലുള്ള ക്യാമ്പിംഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. സംഭവം നമ്മളൊരു ഫണ്ണായിട്ട് ചെയ്താണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? സൂപ്പർ ആയിരുന്നു. അപ്പോൾ നമ്മുടെ നീലയിൽ ഒരെണ്ണത്തിനെ കാണാനില്ല. എവിടെ പോയെന്ന് ചോദിച്ചാൽ ഇന്ന് അവന് ജർമ്മൻ ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് ജർമ്മൻ പഠിക്കാൻ പോയിക്കൊണ്ട് കിരാൻ. ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും വൈൻഡപ്പ് ചെയ്ത് പോവല്ലേ. അപ്പോൾ സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കി ഇവിടെ ഒന്നും വേസ്റ്റ് ഒന്നും ഇടുന്നില്ല കേട്ടോ. നമ്മളെല്ലാം ക്ലിയർ ആക്കിയിട്ട് നമ്മൾ പോവാണ്. പറ്റുകയാണെങ്കിൽ വെള്ളമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഈ വില്ലേജ് നമ്മൾ ഇച്ചിരി വിപുലീകരിക്കും. എന്നിട്ട് നമുക്ക് കിട്ടുന്ന സാധനമൊക്കെ ഇട്ട് വരാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്ത് മറക്കരുത്. അപ്പോൾ മച്ചാമാരെ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. പ്രതീക്ഷയിൽ ടീം റെഡിനും ടീം ബ്ലൂവിനോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.